പൊളിയാണ് ഓർഗാനിക്. മക്കളെ, നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ചാപ്റ്റർ ആൽക്കഹോൾസ്, ഫിനോൾസ് ആൻഡ് ഈത്തേഴ്സ്, അതും നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി നെക്സ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ ഏതാടാ? തേർഡ് ചാപ്റ്റർ ആൽഡിഹൈഡ്, കിറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. നമുക്കറിയാം 5 ചാപ്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓർഗാനിക്കിൽ വരുന്ന 5 ചാപ്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ, ഏറ്റവും ലെങ്തി ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ, ഒരുപാട് നെയ്മഡ് റിയാക്ഷൻസ് ഉള്ള ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമാണുള്ളത്, അത് ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ മക്കളെ, മുന്നേയുള്ള ചാപ്റ്റേഴ്സ് പഠിച്ച പോലെ തന്നെ വളരെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി നമുക്ക് ഈ ചാപ്റ്ററും പഠിച്ചെടുക്കണം. മക്കളെ, എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കാറുണ്ട്. ഓർഗാനിക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും ആൽഡിഹൈഡ് തന്നെയാണ്. ആൽഡിഹൈഡ്, കിറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്. അപ്പം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനേക്കാൾ ഒരല്പം ലെങ്ത് ആൽഡിഹൈഡിൽ കൂടുതലായിരിക്കും. എന്നിരുന്നാലും ആ സമയം നമ്മൾ കണ്ടെത്തി അത് പഠിച്ചു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ മുന്നേ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, ഇതിൻ്റെ മുന്നേയുള്ള 2 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ മക്കളെ. ആദ്യത്തെ 2 ചാപ്റ്റർ പഠിച്ചോ ഇല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ പഠിച്ചു എന്നറിയുമ്പോഴാണ് തുടർന്നും ക്ലാസ് എടുക്കാനുള്ള ഒരു എനർജി ഞങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സമയം കളയണ്ട, ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് വരാം. എടാ, ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയുമാണ്. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആരിലേക്ക് വരുന്നത്? കാർബോക്സിലിക് ആസിഡിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡും എടുക്കുന്ന സമയത്ത് ബേസിക്കലി ഒരു കാര്യം പറയാൻ കഴിയും. അതെന്താ പറയാൻ കഴിയുക? ഇവർ 3 പേരും കാർബോണൈൽ കോമ്പൗണ്ടുകളാണ്. എന്താണ് കാർബോണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ? കാർബോണൈൽ ഗ്രൂപ്പ് അഥവാ C+O ഗ്രൂപ്പ് ഉള്ള ആളുകളെയാണ് നമ്മൾ കാർബോണൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയുക. നിങ്ങൾക്കറിയാലോ, C+Oന്റെ ഒരു സൈഡിൽ ഹൈഡ്രജൻ, ഓപ്പോസിറ്റ് സൈഡിൽ ഹൈഡ്രജനോ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പോ അങ്ങനെ ആര് വന്നു കഴിഞ്ഞാലും അയാളെ നമ്മൾ ആൽഡിഹൈഡ് എന്നാ വിളിക്കുക. എന്താടാ വിളിക്കുക? ആൽഡിഹൈഡ്. അതായത് ഒരു സൈഡിൽ H തന്നെ വരണം, ഓപ്പോസിറ്റ് സൈഡിൽ Hോ ആൽക്കൈലോ അറൈലോ, അറൈൽ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്, ഏതാണെങ്കിലും അത് ആൽഡിഹൈഡ് തന്നെയാണ്. എന്നാൽ മക്കളെ, ആരാ കീറ്റോൺ? നമുക്കറിയാം, ഇതിൻ്റെ 2 സൈഡിലും ആര് വരണം? ഹൈഡ്രജൻ വരാൻ പാടില്ല. ഒന്നെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ റിങ്, ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബെൻസീൻ റിങ്. അങ്ങനെ വരുമ്പോഴാണ് അവരെ നമ്മൾ കീറ്റോൺ എന്ന് വിളിക്കുക. ഇനി മക്കളെ, കാർബോക്സിലിക് ആസിഡ് എന്താ? ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. C+O അഥവാ കാർബോണൈൽ ഗ്രൂപ്പ്. അതിൻ്റെ ഒരു സൈഡിൽ നിർബന്ധമായും OH ആവണം. അതാണ് COOH എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ H ആവാം, ആൽക്കൈൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ് ആവാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാ വിളിക്കുക. എന്താണ് വിളിക്കുക? കാർബോക്സിലിക് ആസിഡ് എന്നാ വിളിക്കുക. അപ്പോൾ അത് മക്കളൊന്ന് അറിഞ്ഞിരിക്കുക. ചാപ്റ്ററിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഈ 3 പേരല്ലേ മക്കളെ അതിലുള്ളത്? ഈ 3 പേരല്ലേ ഉള്ളത്? അവരുടെ സ്ട്രക്ചറിനെ കുറിച്ചൊരു ഏകദേശ ധാരണ വേണം. ഏത് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാലും അതിൽ നിങ്ങൾക്ക് ആരെ കാണാം? C+O അഥവാ കാർബോണൈൽ ഗ്രൂപ്പ് കാണാം. എടാ, കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ കാർബോണൈൽ കോമ്പൗണ്ടുകളാണ്. അപ്പം നമ്മുടെ ആൽഡിഹൈഡ് ആവട്ടെ, കീറ്റോൺ ആവട്ടെ, കാർബോക്സിലിക് ആസിഡ് ആവട്ടെ, 3 പേരും കാർബോണൈൽ കോമ്പൗണ്ട്സ് ആണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കുക.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആൽഡിഹൈഡിലേക്കും കീറ്റോണിലേക്കുമാണ് ആദ്യം പോകുന്നത്. നോക്കാം നമുക്ക്. ആദ്യം തന്നെ നെയ്മിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. ബേസിക് ആയിട്ട് ആൽഡിഹൈഡിന് എന്താ പേര് കൊടുക്കുക, കീറ്റോണിന് എന്താ പേര് കൊടുക്കുക, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കളെ നിങ്ങൾ നോക്ക്, അതിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആൽഡിഹൈഡിന്റെ സഫിക്സ് എന്താ, സെക്കൻഡറി സഫിക്സ് എന്താ? ആൽഡിഹൈഡ് ആണ് പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ അയാളുടെ പേര് എങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിക്കുക? നിങ്ങൾക്കറിയാം, അതിൻ്റെ സഫിക്സ് ആൾ എന്നാണ്. മെത്തനാൾ, എത്തനാൾ, പ്രൊപ്പനാൾ, അങ്ങനെയല്ലേ ആണ്. ഇനി മക്കളെ, കീറ്റോൺ ആണ് നമ്മുടെ കോമ്പൗണ്ട് എങ്കിൽ അതിൻ്റെ സഫിക്സ് എന്താ? അത് ഓൺ, പ്രൊപ്പനോൺ, ബ്യൂട്ടനോൺ, പെൻഡനോൺ അല്ലേ? അതിനെക്കുറിച്ച് മക്കളെ ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ആൽഡിഹൈഡിനും കീറ്റോണിനും എങ്ങനെയാ പേര് കൊടുക്കുക എന്ന് പറയാൻ പറ്റും. എങ്ങനെയാടാ? വെരി സിമ്പിളാ. ആൽഡിഹൈഡിന് പേര് കൊടുക്കുന്നത് ആൽക്കെയിനിൽ നിന്ന് ഇ മൈനസ് ചെയ്ത് ആൾ ആഡ് ചെയ്താൽ മതി. ആൽക്കെയിനിൽ നിന്ന് ഇ മൈനസ് ചെയ്ത് ആൾ ആഡ് ചെയ്താൽ നമുക്ക് ആൽക്കനാൾ എന്നാ കിട്ടുക. ആൽക്കനാൾ. ആൽക്കെയിനിൽ നിന്ന് ഇ മൈനസ് ചെയ്ത് ആൾ ആഡ് ചെയ്താൽ ആൽക്കനാൾ. ഇനി മക്കളെ, നമ്മൾ എടുക്കുന്നത് കീറ്റോൺ ആണെങ്കിലോ, ആൽക്കെയിനിൽ നിന്ന് ഇ മൈനസ് ചെയ്ത് ഓൺ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൽക്കനോൺ എന്ന് കിട്ടും. എന്താടാ കിട്ടുക? ആൽക്കനോൺ. ഈ ഒരു ഐഡിയ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആൽഡിഹൈഡുകൾ മക്കളെ നമ്മൾ കാണും, ഒരുപാട് കീറ്റോണുകൾ കാണും. ഏത് ആൽഡിഹൈഡും കീറ്റോണും നിങ്ങൾ കണ്ടാലും അതിൻ്റെ പേരൊന്ന് താഴെ എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് നെയിമിങ് പഠിക്കുക. എക്സാമിന് പൊതുവെ കോമ്പൗണ്ട് ഒന്ന് പേര് എഴുതാനൊന്നും ചോദിക്കാറില്ല. അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനും ചോദിക്കാനുമുണ്ട്. എന്നാലും ഇത് മക്കളൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? എന്നിട്ട് നിങ്ങൾ ഈ എക്സാമ്പിളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുന്നത് നന്നായിരിക്കും. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ഒക്കെ നെയിമിങ്ങിൻ്റെ എക്സാമ്പിളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ ഒന്ന് കടന്നു പോവുക. അവിടുന്ന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല, എന്നാലും ഒന്ന് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി മക്കളെ നോക്കുക, ഇനി പറയുന്നത് എക്സാമിന് ആവശ്യമുള്ളതാ. എന്താണ്? ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കോമൺ പ്രിപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൽഡിഹൈഡും കീറ്റോണും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന 4 മെത്തേഡ് ഉണ്ട്. ഇതിലൂടെ ആൽഡിഹൈഡും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കീറ്റോണും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 4 മെത്തേഡ്സിന്റെ പ്രത്യേകത എന്താ അറിയോ? 4ഉം നമ്മൾ പഠിച്ചതാണ്. ആദ്യത്തത് എന്താ? ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതാണ്. എവിടെ? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാ മക്കളെ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം. എന്താ? ഒരു പ്രൈമറി ആൽക്കഹോൾ ഞാൻ എടുക്കാം. CH3CH2OH. ഇതാരാടാ? ഇത് എത്തനോളാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതൊരു പ്രൈമറി ആൽക്കഹോളാ. എടാ, ഒരു പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ്. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. 2 കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CH3CHO. അതിനെ നമ്മൾ എത്തനാൾ എന്നാ പറയുക. എന്താടാ പറയുക? എത്തനാൾ. ഓക്കെ, ഇതാരാ? ഒരു ആൽഡിഹൈഡാ. ഇനി മക്കളെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഈ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ് തന്നെയാ കിട്ടുക. അതിന് ഏത് ഓക്സിഡൈസിങ് ഏജന്റാണ് നിങ്ങൾ ഉപയോഗിക്കുക? അതിന് നിങ്ങൾക്ക് PCC ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രോമിയം ട്രയോക്സൈഡ് ഉപയോഗിക്കാം. ഇതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റുകളാണ്. PCC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, PCC എന്ന് പറഞ്ഞാൽ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് ആണ് എന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ PCC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല ഈൽഡിൽ നമുക്ക് ആൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. പറ്റും.
അപ്പോൾ ഒന്നുമില്ല, ഒരു പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ് കിട്ടും. ഇനി മക്കളെ നമ്മൾ ആൽഡിഹൈഡിന് പ്രൈമറിക്ക് പകരം സെക്കൻഡറി എടുത്താലോ? നോക്കാം നമുക്ക്. CH3CHOH എന്താ ഇയാളെ പേര്? ഇയാളെ പേര് പ്രൊപ്പൻ 2-ol എന്നല്ലടാ. കോമ്പൗണ്ട് എഴുതിയാൽ, കോമ്പൗണ്ട് കണ്ടാൽ പേരെഴുതി നോക്കണം. പ്രൊപ്പൻ 2-ol. ഇതെന്ത് ആൽക്കഹോളാ? ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ് അല്ലടാ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തത്, ആ കാർബൺ വേറെ 2 കാർബണുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. എടാ, ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ, ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് അല്ല, കീറ്റോണാ കിട്ടുക. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് CH3COCH3 ആണ്. ഇയാളുടെ പേര് പ്രൊപ്പനോൺ എന്നാണ്, അല്ലെങ്കിൽ പ്രൊപ്പൻ 2-on എന്ന് നമുക്ക് പറയാവുന്നതാണ്. Got it? Yes. അപ്പോൾ ഒന്നുമില്ല, പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കീറ്റോൺ. ഇവിടെയും നമ്മൾ മുകളിൽ എടുത്ത പോലെ തന്നെ PCC എടുക്കാം, അല്ലെങ്കിൽ ക്രോമിയം ട്രയോക്സൈഡ് എടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഇത് മക്കളെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഓർത്തു വെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ? ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് അതേപോലെ എഴുതി എന്നേ ഉള്ളൂ. പുതിയ ഒരു കാര്യവും നമ്മൾ പറഞ്ഞിട്ടില്ല. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കീറ്റോൺ. അപ്പോൾ ആൽഡിഹൈഡും പ്രിപ്പയർ ചെയ്യാൻ പറ്റി, കീറ്റോണും പ്രിപ്പയർ ചെയ്യാൻ പറ്റി. കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ പരിപാടി? യെസ്. ഇനി രണ്ടാമത്തത് എന്താടാ? രണ്ടാമത്തത് ബൈ ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കഹോള. ഇതും മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? കഴിഞ്ഞ ചാപ്റ്റർ ഓക്സിഡേഷന്റെ തൊട്ട് താഴെ ഈ ഡീഹൈഡ്രോജനേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ അത്? ഞാൻ ഒന്നുകൂടെ പറയാം, പക്ഷെ പറയാൻ നിങ്ങൾ കാത്തിരിക്കരുത്. ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാൻ നോക്കടാ. കാരണം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ. നിങ്ങൾ ഓർഗാനിക് പഠിച്ചു കഴിഞ്ഞാൽ അത് ഡെയിലി റിവൈസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പഠിച്ചു എന്ന് പറഞ്ഞ് ഓടിപ്പോവരുത്, ഡെയിലി റിവൈസ് ചെയ്യണം, എന്നാലേ എക്സാമിന് ഓർത്ത് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ എഴുതിയ അതേ പ്രൈമറി ആൽക്കഹോൾ എഴുതുകയാണ്. CH3CH2OH. ഇതാരാ? ഇത് എത്തനോളാണ്. എന്ത് ആൽക്കഹോളാ? പ്രൈമറി ആൽക്കഹോള്. എടാ, ഈ പ്രൈമറി ആൽക്കഹോളിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈമറി ആൽക്കഹോളിന്റെ വേപ്പേഴ്സ് ഉണ്ടാവും. ആ വേപ്പേഴ്സിന് എന്താടാ ചെയ്യേണ്ടത്? ആ വേപ്പേഴ്സിനെ 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത കോപ്പർ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ സിൽവർ കാറ്റലിസ്റ്റ് എടുക്കുക. പൊതുവെ കോപ്പർ കാറ്റലിസ്റ്റ് എടുക്കാറുള്ളത്. അപ്പൊ പ്രൈമറി ആൽക്കഹോളിന്റെ വേപ്പേഴ്സിനെ 573 കെൽവിനിൽ ഹീറ്റ് ചെയ്തിട്ടുള്ള കോപ്പർ കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്യുക. അപ്പൊ എന്താടാ സംഭവിക്കുക? ഹൈഡ്രജൻ ഗ്യാസ് റിമൂവ് ചെയ്യപ്പെടും. അതാണ് ഡീഹൈഡ്രോജനേഷൻ. നോക്ക, ഇവിടെ നിന്നൊരു ഹൈഡ്രജനും ഇവിടെ നിന്നൊരു ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് H2 പുറത്തേക്ക് പോവും. H2 പുറത്തേക്ക് പോയാൽ ഇവിടെ CH3 ഇല്ലടാ, ഉണ്ട്, അതേപോലെ എഴുതി. ഇവിടെ CH2 എന്നുള്ളത് CH ആയി മാറി, കൂടെ ഒരു ഓക്സിജനും കൂടെ ഉണ്ട്. ആരാടാ അത്? നേരത്തെ കിട്ടിയ പോലെ എത്തനാളാണ്. എത്തനാൾ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. അപ്പോൾ ഒരു പ്രൈമറി ആൽക്കഹോളിനെ ആരാ പുറത്തു പോയത്? H2 പുറത്തുപോയി. ഒരു പ്രൈമറി ആൽക്കഹോളിന്റെ വേപ്പേഴ്സിനെ 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത കോപ്പർ കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു പോയിട്ട് അവിടെ എന്തുണ്ടാവും? ആൽഡിഹൈഡ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് സെക്കൻഡറി ആൽക്കഹോൾ. നോക്ക്, നേരത്തെ എഴുതി അതേ സെക്കൻഡറി ആൽക്കഹോൾ CH3CHOH ഇയാളുടെ പേരെന്താ? പ്രൊപ്പൻ 2-ol ആണ്. ഇതെന്ത് ആൽക്കഹോളാടാ? ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാ. ഈ സെക്കൻഡറി ആൽക്കഹോളിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യുന്നത്? 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത കോപ്പർ കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്യാം. ചൂടാക്കിയിട്ട് വേപ്പേഴ്സ് ഇതിലൂടെ പാസ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ രണ്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് H2 പുറത്തു പോവും. കാർബണിൽ നിന്ന് H പോയി, ഓക്സിജനിൽ നിന്ന് H പോയി. അപ്പൊ അവരുടെ സിംഗിൾ ബോണ്ട് എന്തായിട്ട് മാറും? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. സോ പ്രോഡക്റ്റ് എന്താടാ മക്കളെ? നോക്ക്, CH3 C ഡബിൾ ബോണ്ട് OCH3. എന്താ പോയത്? H2 പുറത്തേക്ക് പോയി. എന്താ പേര്? പ്രൊപ്പനോൺ ആണ്, അല്ലെങ്കിൽ പ്രൊപ്പൻ 2-on ആണ്. അതെന്താ? കീറ്റോൺ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെ,
നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമറി ആൽക്കഹോളിൻ്റെ വേപ്പേഴ്സിൽ നിന്ന് ആൽഡിഹൈഡാണ് കിട്ടുന്നത്, സെക്കൻഡറി ആൽക്കഹോളിൽ നിന്ന് കീറ്റോണാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യല്ല ചെയ്തത്, മറിച്ച് 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത കോപ്പർ കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്യുക ചെയ്തത്. എടാ, ഇത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമല്ല എന്ന ബോധ്യം എനിക്കുണ്ട്. കാരണം എന്താ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാ. നേരത്തെ പറഞ്ഞ ഈ പ്രിപ്പറേഷൻ ആവട്ടെ, ഇപ്പൊ പറഞ്ഞ ഈ പ്രിപ്പറേഷൻ ആവട്ടെ, രണ്ടും നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ ആൽക്കഹോൾസിൽ പഠിച്ചതാണ് എന്ന് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. എന്നാൽ മക്കളെ, മൂന്നാമത്തെ പ്രിപ്പറേഷൻ അത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതല്ല, അത് കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബണിൽ പഠിച്ചതാണ്. ഏതാത്? ബൈ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻ. ആൽക്കീനിനെ ഓസോണോളിസിസ് നടത്തിയാൽ ആൽഡിഹൈഡും കീറ്റോണുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം മക്കളെ, നോക്കിക്കോ. ഞാൻ എടുക്കുന്ന ആൽഡിഹൈഡ് ഏതാ? ആൽക്കീൻ ഏതാ? CH3 CH ഡബിൾ ബോണ്ട് CH2. എടാ, ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേര് പ്രൊപ്പീനാണ്. എടാ, ഇതിലേക്ക് ഓസോൺ ആഡ് ചെയ്യുന്നതല്ലേ ഓസോണോളിസിസ് ആണ്. ഓസോണോളിസിസ് ചെയ്യുമ്പോൾ എന്താ പറയേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബണിൽ. എന്താണ്? ആൽക്കീനിലേക്ക് ഓസോൺ ആഡ് ചെയ്താൽ നമുക്ക് ഓസോണൈഡ് കിട്ടും. എന്താ ഓസോണൈഡ്? ഈ ഡബിൾ ബോണ്ട് മായ്ച്ചുകളാ. ഡബിൾ ബോണ്ട് മായ്ച്ചു കളഞ്ഞാൽ എന്താ ഉണ്ടാവുക? CH3CH ഡബിൾ ബോണ്ട് മായ്ച്ചു. ഇവിടെ എന്താ ഉണ്ടാവുക? CH2. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഈ 3 ഓക്സിജൻ അല്ലേ ആഡ് ചെയ്തത്? O3 3 ഓക്സിജൻ. ഒരോക്സിജൻ ഇവിടെ കൊടുക്കുക, ഒരോക്സിജൻ ഇവിടെ കൊടുക്കുക, കണക്ട് ചെയ്യുക. ഈ 2 കാർബണിന്റെ മിഡിൽ ഒരു ഓക്സിജൻ കൊടുക്കുക, കണക്ട് ചെയ്യുക. ഈ കിട്ടിയ ആളുടെ പേരാണ് ഓസോണൈഡ്. എടാ, ഓസോണൈഡിന് എന്താ ചെയ്യേണ്ടത്? സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. അപ്പൊ എന്താ സംഭവിക്കുക? സിമ്പിൾ ആണ്. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും, ഈ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആവുമ്പോൾ എന്താണ് കിട്ടുക? CH3CHO. മെയിൻ പ്രൊഡക്റ്റ് മാത്രമേ എഴുതുന്നുള്ളൂ, CH3CHO. ഇതാരാ? ഇത് എത്തനാളാണ്, എത്തനാൾ. പിന്നെ ആരെയാ കിട്ടുക? CH2O. CH2O എന്ന് പറഞ്ഞാൽ HCHO. അത് മെത്തനാളാണ്, മെത്തനാൾ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടിയത്? പ്രൊപ്പീൻ എന്ന് പറയുന്ന ആൽക്കീനിനെ ഓസോണോളിസിസ് നടത്തിയപ്പോൾ ആദ്യം ഒരു ഓസോണൈഡ് കിട്ടി. അതിന് സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ 2 ആൽഡിഹൈഡുകളാണ് നിങ്ങൾക്ക് കിട്ടിയത്. ഒന്ന് എത്തനാളാണ്, 2 മെത്തനാളാണ്. ഒന്ന് എത്തനാള്, 2 മെത്തനാള്. ഗോട്ട് ഇറ്റ്? ഐഡിയ ക്ലിയർ അല്ലേടാ? യെസ്. ഇനി വേണമെങ്കിൽ മറ്റൊരു ആൽക്കീൻ ഞാൻ എടുക്കാം. നോക്ക്, C ഡബിൾ ബോണ്ട് C. ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. എന്താണ് ലോങ്ങസ്റ്റ് ചെയിൻ? ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ, ബ്യൂട്ട്-2-ന്. അതിൻ്റെ 2ലും 3ലും എന്തുണ്ട്? മീത്തൈൽ ഉണ്ട്. 2,3 ഡൈമീത്തൈൽ ബ്യൂട്ട്-2-ഈൻ. ഇതാ നമ്മുടെ ആൽക്കീന്. അതിലേക്ക് ഓസോൺ ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? പറയേണ്ട കാര്യമില്ല, ഓസോണൈഡ് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക? ഡബിൾ ബോണ്ട് മായ്ച്ചു കളയുക, ഇതേപോലെ വീടുണ്ടാക്കി വെച്ചാൽ മതി അല്ലേ? നോക്കുക, ഈ കാർബണിന്റെ ചുറ്റും എന്താ ഉള്ളത്? 2 CH3 ഉണ്ട്. ഡബിൾ ബോണ്ട് മായ്ച്ചു കളഞ്ഞു. ഇതിന് ചുറ്റും എന്താണ് ഉള്ളത്? 2 CH3 ഉണ്ട്. ഇനിയോ ഇവിടെ ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക, ഇവിടെ ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇവിടെ ഒരു ഓക്സിജൻ ആഡ് ചെയ്യുക, കണക്ട് ചെയ്യുക. വീടുണ്ടായോ? വീടുണ്ടായി. ആ വീടിന്റെ പേരാണ് ഓസോണൈഡ്. ആ വീടിന്റെ പേരാണ് ഓസോണൈഡ്. ഓസോണൈഡിന് എന്താ ചെയ്യേണ്ടത്? സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുക. സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ബോണ്ട് ബ്രേക്ക് ആവും. അപ്പൊ എന്താ പ്രോഡക്റ്റ്? CH3COCH3. എന്താണ് പ്രോഡക്റ്റ്? CH3COCH3. ഇവിടെ എന്താ? CH3COCH3. അപ്പൊ 2 CH3COCH3 ഉണ്ട്. അപ്പൊ പ്രൊപ്പൻ എന്താ ഉണ്ടായത്? പ്രൊപ്പൻ-2-ഓൺ ഉണ്ടായത്. 2 എണ്ണം പ്രൊപ്പൻ-2-ഓൺ, അല്ലെങ്കിൽ സിംപ്ലി പ്രൊപ്പനോൺ എന്നും പറയാം. അവിടെ കീറ്റോൺ ഉണ്ടായത്. ആദ്യത്തെ ഓസോണോളിസിസിൽ ആൽഡിഹൈഡാ കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ ഓസോണോളിസിസിൽ നമുക്ക് കീറ്റോൺ കിട്ടി. അപ്പോൾ ആൽക്കീനിനെ ഓസോണോളിസിസ് നടത്തുന്നത് വഴി നമുക്ക് ആൽഡിഹൈഡും കീറ്റോണും ഉണ്ടാക്കിയെടുക്കാം എന്ന കാര്യം മക്കളെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബണിൽ ആൽക്കീനിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ
ഒസോണോളിസിസ് പഠിച്ചിട്ടുണ്ട്. സെയിം സംഭവമാണ് ഞാൻ ഇവിടെ എഴുതിയത്, ഒരു വ്യത്യാസവുമില്ല, സെയിം സംഭവമാണ് എഴുതിയത്. ഇതിലൂടെ ആൽഡിഹൈഡും നമുക്ക് ലഭിക്കും, കീറ്റോണും നമുക്ക് ലഭിക്കും. ഓക്കെ ആണോടാ? യെസ്. അടുത്തത് എന്താ? ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ. എവിടെയാ ഇത് പഠിച്ചത്? ഇത് കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബണില് ആൽക്കൈനിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻ, ആൽക്കൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പരിപാടി വെരി ഇമ്പോർട്ടൻ്റ് ആ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചോ. നോക്ക്, ഞാനൊരു സിമെട്രിക്കൽ ആൽക്കൈൻ എടുക്കാം, CH ട്രിപ്പിൾ ബോണ്ട് CH. എന്താ ഇതിന്റെ പേര്? ഇതിന്റെ പേര് ഈത്തൈൻ എന്നാണ്. ഇതിന്റെ പേരെന്താ മക്കളെ? ഈത്തൈൻ എന്നാണ്. അതിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. എടാ, ഞാൻ വാട്ടർ ആഡ് ചെയ്യുന്നത് 333 കെൽവിൻ ടെമ്പറേച്ചറിലാണ്. ഡൈല്യൂട്ട് H2SO4-ൻ്റെയും അതേപോലെ തന്നെ HgSO4-ൻ്റെയും പ്രസൻസിലാണ്. H2SO4 സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം. HgSO4 ആരാ? മെർക്കുറിക് സൾഫേറ്റ്. ഇതൊരു സിമെട്രിക്കൽ ആൽക്കൈൻ അല്ലേടാ? ആണ്. അപ്പം നിങ്ങൾ കാര്യമായിട്ടൊന്നും ആലോചിക്കേണ്ടതില്ല. H2O എന്ന് പറഞ്ഞാൽ H+ഉം OH- ആണ്. ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് H+ കൊടുക്കാം, ഇഷ്ടമുള്ള ആൾക്ക് OH- കൊടുക്കാം. ഞാൻ ഇവിടെ H കൊടുത്തു. അങ്ങനെയാണെങ്കിൽ CH എന്നുള്ളത് CH2 ആയി, ട്രിപ്പിൾ ബോണ്ട് എന്നുള്ളത് ഡബിൾ ബോണ്ടായി. CH-ലേക്ക് എന്താ വരിക? OH വരിക. ഇങ്ങനെ ഒരു അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ അത് ഫൈനൽ പ്രോഡക്റ്റ് അല്ല, അതിനൊരു റീഅറേഞ്ച്മെന്റ് നടക്കും. റീഅറേഞ്ച്മെന്റ്. എന്താണ് റീഅറേഞ്ച്മെന്റ്? സിമ്പിൾ ആണ്, നോക്കിക്കോ. ഇവിടെയുള്ള H ഇല്ലേ, അത് ഈ കാർബണിലേക്ക് പോവും. അപ്പൊ ഇവിടെയുള്ള ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോവും. അതാ റീഅറേഞ്ച്മെന്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞടാ, CH2-ലേക്ക് H വന്നാൽ അത് CH3 ആയി, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി. ഈ C ഡബിൾ ബോണ്ട് O താഴെ വരും, ഇവിടെ സിംഗിൾ ബോണ്ട് H. ബേസിക്കലി അതെന്താ? CHO ആണ്. എന്ന് പറഞ്ഞാൽ ആരാടാ അത്? അത് എത്തനാളാണ്. ആരാടാ അത്? എത്തനാൾ. ആരാടാ അത്? എത്തനാൾ. അപ്പോൾ ഒരു സിമെട്രിക്കൽ ആൽക്കൈനിലേക്ക് 333 കെൽവിൻ ടെമ്പറേച്ചറിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മെർക്കുറിക് സൾഫേറ്റിൻ്റെയും പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യുക, ഹൈഡ്രേഷൻ നടത്തുക. അപ്പോൾ ഒരു അഡീഷൻ പ്രൊഡക്റ്റ് കിട്ടും. അതിന് റീഅറേഞ്ച്മെന്റ് നടന്നാൽ നമുക്കൊരു ആൽഡിഹൈഡ് അവിടെ കിട്ടുന്നുണ്ട്. എന്താണ് കിട്ടുന്നത്? ഒരു ആൽഡിഹൈഡ് അവിടെ കിട്ടുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി മക്കളെ നോക്ക്, ഇത് സിമെട്രിക്കലിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഒരു അൺസിമെട്രിക്കൽ ആൽക്കൈൻ എടുക്കുക. CH3C ട്രിപ്പിൾ ബോണ്ട് CH. CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇയാളുടെ പേര് പ്രൊപ്പ്1 എന്നാണ്, അഥവാ സിംപ്ലി പ്രൊപ്പൈൻ എന്നാണ്. പ്രൊപ്പൈൻ. അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. മുകളിൽ പറഞ്ഞ പോലെ 333 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്. അതേപോലെ ആരെടുക്കാം? മെർക്കുറിക് സൾഫേറ്റിന് എടുക്കാവുന്നതാണ്. ഇനി മക്കളെ എന്താ അവിടെ സംഭവിക്കുക? സിമ്പിൾ ആണ്, നോക്ക്. H+ ഉണ്ട്, OH- ഉണ്ട്. ഇത് മുകളിലുള്ള പോലെ സിമെട്രിക്കൽ ആണോ? അല്ല, അൺസിമെട്രിക്കൽ ആണ്. അൺസിമെട്രിക്കൽ ആണെങ്കിൽ മാർക്കോണിക്കോസ് അഡിഷൻ റൂൾ നിങ്ങൾ ഓർക്കണം. എന്താ മാർക്കോണി പറയുന്നത്? H+ പോകുന്നത് ഗ്രേറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക്. ട്രിപ്പിൾ ബോണ്ടിന്റെ രണ്ട് സൈഡും നോക്ക്. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ ഇല്ല. പോസിറ്റീവ് പാർട്ട് കൂടുതൽ ഹൈഡ്രജൻ ഉള്ളിടത്തേക്കാ പോവുക, നെഗറ്റീവ് പാർട്ട് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളിടത്തേക്കാ വരിക. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ്? നന്നായി നോക്ക് നിങ്ങൾ. CH3-ക്ക് എന്തോ വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ഈ സിംഗിൾ ബോണ്ട് സിയിലേക്ക് ആരാ പോയത്? OH പോയി. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി. CH-ലേക്ക് H വന്നാൽ CH2 ആയി. ഇനി മക്കളെ മുകളിൽ പറഞ്ഞ പോലെ ഇവിടെയും റീഅറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. അതിന് ഐസോമറൈസേഷൻ എന്ന് പറയാം. സ്ട്രക്ചർ മാറുന്നതിന് ഐസോമറൈസേഷൻ എന്ന് പറയാം. എന്ത് ഐസോമറൈസേഷൻ ആണ് അവിടെ നടക്കുക? അല്ലെങ്കിൽ എന്ത് റീഅറേഞ്ച്മെന്റ് അവിടെ നടക്കുക? സിമ്പിൾ ആണ്. ഇവിടെയുള്ള H ഈ കാർബണിലേക്ക് പോകുമ്പോൾ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരും. അപ്പൊ എന്താ നമുക്ക് കിട്ടുക? വെരി സിമ്പിൾ. CH3 സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് O, CH3. എന്താടാ പ്രൊഡക്റ്റ്? പ്രൊപ്പനോൺ ആണ്, അല്ലെങ്കിൽ പ്രൊപ്പൻ 2 ഓൺ ആണ്. അതാരാ? അത് കീറ്റോണാ.
എന്താ മനസ്സിലായത്? ആദ്യം സിമെട്രിക്കൽ ആൽക്കൈനിനെ നമ്മൾ ഹൈഡ്രേഷൻ നടത്തിയപ്പോൾ ഫൈനലി നമുക്ക് ഒരു ആൽഡിഹൈഡാ കിട്ടിയത്. എന്നാൽ ഒരു അൺസിമെട്രിക്കൽ ആൽക്കൈൻ എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? കീറ്റോണാ കിട്ടിയത്. എന്തു മനസ്സിലായി? ഈ പ്രോസസ്സിലൂടെ ആൽഡിഹൈഡും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും, കീറ്റോണും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും. എടാ 4 പ്രിപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ 4 പ്രിപ്പറേഷനും നിങ്ങൾ ആദ്യമായി കേൾക്കുന്നതല്ല. ആദ്യത്തെ 2 പ്രിപ്പറേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. പിന്നെയുള്ള 2 പ്രിപ്പറേഷൻ കഴിഞ്ഞ വർഷം ഹൈഡ്രോ കാർബണിൽ ആൽക്കീനിലും ആൽക്കൈനിലുമായിട്ട് നമ്മൾ പഠിച്ചതാണ്. മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, കൃത്യമായിട്ട് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മക്കൾ അത് നോട്ടിൽ എഴുതിയെടുത്ത് പഠിക്കേണ്ടതുണ്ട്. റിയാക്ഷൻസ് നോട്ടിൽ എഴുതിയെടുത്ത് പഠിക്കേണ്ടതുണ്ട്. എഴുതിയെടുത്ത് പഠിക്കുക, പഠിച്ചത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും എഴുതി നോക്കുക എന്നുള്ളത് തന്നെയാണ് ഓർഗാനിക് റിയാക്ഷൻസ് മറന്നു പോകാനുള്ള ഒരേ ഒരു മാർഗം. വേറെ മാർഗമൊന്നുമില്ല. കുറച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? അപ്പം 4 പ്രിപ്പറേഷൻ ഒന്ന് നോക്ക് നിങ്ങൾ. ആൽഡിഹൈഡും കീറ്റോണും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓക്സിഡേഷൻ നടത്തിയാൽ മതി. പ്രൈമറിനെ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ഓക്സിഡൈസ് ചെയ്താൽ കീറ്റോൺ. അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ നടത്തുക. പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും വേപ്പേഴ്സ് 573 കെൽവിനിൽ ഹീറ്റ് ചെയ്ത കോപ്പർ കാറ്റലിസ്റ്റിലൂടെ പാസ് ചെയ്താൽ ആൽഡിഹൈഡും കീറ്റോണും കിട്ടും. അല്ലെങ്കിൽ ആൽക്കീനിന് ഓസോണോളിസിസ് നടത്തുക. ആദ്യം ഓസോണൈഡ് ഉണ്ടാവും, അതിന് സിങ്കിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ ആൽഡിഹൈഡോ കീറ്റോണോ ഒക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ആൽക്കൈനിനെ ഹൈഡ്രേഷൻ നടത്താം. അത് 333 കെൽവിൻ ആണ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ മെർക്കുറിക് സൾഫേറ്റ് ആണ്. ആദ്യം ഒരു അഡിഷൻ പ്രൊഡക്റ്റ് കിട്ടും. അതിന് റീഅറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഐസോമറൈസേഷൻ നടന്നാൽ നമുക്ക് എന്താ കിട്ടുക? ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ആണ് കിട്ടുക. മക്കളെ ഓക്കെ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഈ 4 പ്രിപ്പറേഷനും ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ഞാൻ പോകുന്നത് ആൽഡിഹൈഡിന്റെ മാത്രം പ്രിപ്പറേഷനിലേക്കാടാ. ഇത്ര സമയം നമ്മൾ 4 പ്രിപ്പറേഷൻ പറഞ്ഞു. അതിൽ ആൽഡിഹൈഡും കിട്ടും, കീറ്റോണും കിട്ടും. എന്നാൽ ഇനി പറയാൻ പോകുന്ന പ്രിപ്പറേഷൻസിൽ ആൽഡിഹൈഡ് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക്. പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്, ആൽഡിഹൈഡിന്റെ മാത്രം പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രം ആസിഡ് ക്ലോറൈഡ് ആണ്, അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡ്. മക്കളെ നോട്ട് ചെയ്യണേ. ആസിഡ് ക്ലോറൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡിൽ നിന്നുള്ള ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ്. കാരണം എന്താണെന്നറിയോ? അത് ഒരു നെയ്മഡ് റിയാക്ഷൻ ആണ്. കഴിഞ്ഞ ജെഇക്ക് വരെ അത് ചോദിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആ പേരെന്താ? അത് റോസൻമൺസ് റിഡക്ഷൻ ആണ്. ഏത് റിഡക്ഷൻ ആണ്? റോസൻമൺസ് റിഡക്ഷൻ. വെരി സിമ്പിൾ ആണ്. ഇത് പഠിക്കാത്ത ആരുണ്ടാവരുത്. റോസൻമൺസ് റിഡക്ഷൻ അറിയാത്ത ആരുണ്ടാവരുത്. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. ആദ്യം തന്നെ നമ്മൾ ഒരു ആസിഡ് ക്ലോറൈഡ് എടുക്കുക. ആസിഡ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആരാടാ? C+OCl. ഇത് വരുമ്പോഴാണ് ആസിഡ് ക്ലോറൈഡ് എന്ന് പറയുക. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് അത് ആസിഡ് ക്ലോറൈഡ് ആവുന്നത് എന്ന കാര്യം മക്കളെ നിങ്ങൾ മറക്കരുത്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് എന്താ അറിയോ? COCl. അത് വന്നാൽ ഇതൊരു ആസിഡ് ക്ലോറൈഡായി. നമ്മൾ ചെയ്യുന്നത് റിഡക്ഷനാ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഓർഗാനിക്കിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അഡീഷൻ ഓഫ് ഓക്സിജനാ. അപ്പോൾ റിഡക്ഷൻ എന്ന് പറഞ്ഞാലോ അഡീഷൻ ഓഫ് ഹൈഡ്രജനാ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ മക്കളെ ഇവിടെ നമ്മൾ റിഡക്ഷനാ, റോസൻമൺസ് റിഡക്ഷനാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. ഞാൻ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ മതി. എന്തിൻ്റെ പ്രസൻസിലാന്ന് അറിയോടാ? എന്തിൻ്റെ പ്രസൻസിലാന്ന് ചോദിച്ചാൽ ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം ആണ്. ആ പലേഡിയത്തെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ബേരിയം സൾഫേറ്റ് ഉണ്ട്. മറന്നു കളയരുത്. ഞാനൊരു ആസിഡ് ക്ലോറൈഡിനെ അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡിനെ റിഡക്ഷനാണ് നടത്തുന്നത്, അഥവാ ഞാൻ ഹൈഡ്രജൻ ആണ് ആഡ് ചെയ്യുന്നത്. പലേഡിയം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ബേരിയം സൾഫേറ്റ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ബേരിയം സൾഫേറ്റ് ഉണ്ട്. അപ്പൊ എന്താണ് സംഭവിക്കുക? ഒന്നിവിടെ നോക്കണേ നിങ്ങൾ, ഒന്നിവിടെ നോക്കണേ. ഇവിടെയുള്ള ഒരു ക്ലോറിൻ ഇവിടെയുള്ള ഒരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യും. HCl അവിടുന്ന് പുറത്തേക്ക് പോവും. ഒരു H അവിടെ ബാക്കിയില്ലേ? അത് നേരെ ഈ കാർബണിലേക്ക് വരും.
അപ്പൊ നിങ്ങൾ പറ എന്താ ഉണ്ടാവുക എന്ന് പറ. ഇവിടെ CH3 ഇല്ലടാ, ഉണ്ട്, CH3 ഉണ്ട്. ഇവിടെ C ഡബിൾ ബോണ്ട് O, C ഡബിൾ ബോണ്ട് Oയിലേക്ക് H വന്നാൽ അത് CHO ആണ്, അത് CHO ആണ്. ആരാടാ പുറത്തു പോയത്? HCl. ഇയാളെ പേരെന്താ? എത്തനാൾ. എത്തനാൾ ആരാണ്? എത്തനാൾ ഒരു ആൽഡിഹൈഡാണ്. ഈ സിമ്പിൾ പ്രിപ്പറേഷനെയാണ് നമ്മൾ റോസൻമൺസ് റിഡക്ഷൻ എന്ന് പറയാ. ഒരു ആസിഡ് ക്ലോറൈഡിനെ അല്ലെങ്കിൽ ഒരു അസൈൽ ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തുക. എന്താണ് റിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? പലേഡിയം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ്. പലേഡിയം കാറ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരാണുള്ളത്? ബേരിയം സൾഫേറ്റ് ആണുള്ളത്. മറന്നു കളയരുത്, ബേരിയം സൾഫേറ്റ്. അപ്പം നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. ഗോട്ട് ഇറ്റ്? ഇതാണ് ആസിഡ് ക്ലോറൈഡിൽ നിന്നുള്ള അല്ലെങ്കിൽ അസൈൽ ക്ലോറൈഡിൽ നിന്നുള്ള ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ അഥവാ റോസൻമൺസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയോടാ? ഇവിടെ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത് പലേഡിയം സപ്പോർട്ടഡ് ബൈ ബേരിയം സൾഫേറ്റ്, അതിൻ്റെ പ്രസൻസിലാണ് നമ്മൾ റിഡക്ഷൻ നടത്തുന്നത്. അപ്പോഴാണ് നമുക്ക് ആൽഡിഹൈഡ് കിട്ടുക. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്തത് നോക്കടാ, സ്റ്റീഫൻസ് റിഡക്ഷൻ. മറ്റൊരു നെയ്മഡ് റിയാക്ഷൻ ആണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. അത് എന്തെന്നുള്ള പ്രിപ്പറേഷനാ? ഫ്രം നൈട്രൈൽ. ഫ്രം നൈട്രൈൽ. നോക്ക്, സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോടാം. CH3CN. ഓക്കെ, ഇതെന്താ? നൈട്രൈലാണ്. CN വന്നാൽ നൈട്രൈലാണ് അഥവാ സയനൈഡ് ആണ്. അപ്പൊ CN എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ നൈട്രജൻ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാ. ഇതിനെന്താ ചെയ്യേണ്ടത്? റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടതാണ്? ഹൈഡ്രജൻ ആഡ് ചെയ്യണം. എന്തിൻ്റെ പ്രസൻസിൽ? അതാ ഓർത്ത് വെക്കേണ്ടത്, മറന്നു പോകരുത്. ഇൻ ദ പ്രസൻസ് ഓഫ് സ്റ്റാനസ് ക്ലോറൈഡ് ആൻഡ് HCl ആണ്. ഓക്കെ, അതായത് ഇതെന്താ? CN ആണ്. മക്കളെ, നമ്മൾ സിംപ്ലി CN എന്ന് എഴുതാറില്ലേ? അത് തന്നെയാണ് കേട്ടോ C ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ CN വന്നാൽ അത് സയനൈഡാണ് അഥവാ നൈട്രൈലാണ്. ആ നൈട്രൈലിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നത് റിഡക്ഷൻ ആണ്. നമ്മൾ ചെയ്യുന്നത് റിഡക്ഷനാ. എന്തിൻ്റെ പ്രസൻസിൽ? സ്റ്റാനസ് ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ. അപ്പോൾ എന്താ സംഭവിക്കുക? സിമ്പിളാടാ. ഒരു ഹൈഡ്രജൻ കാർബണിലേക്ക് പോവും, ഒരു ഹൈഡ്രജൻ നൈട്രജനിലേക്ക് പോവും. അപ്പം എന്താ മക്കളെ നമുക്ക് കിട്ടുക? CH3 എന്നുള്ളത് അവിടെ ഉണ്ട്. സിംഗിൾ ബോണ്ട് കാർബൺ, ആ കാർബണിലേക്ക് ഒരു H വരും. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. നൈട്രജനിലേക്ക് ഒരു H വരും. ഇതാണ് ഇതിൻ്റെ പേര് ഇമൈൻ. ഇതിൻ്റെ പേര് ഇമൈൻ. ഇതിൻ്റെ പേരെന്താടാ? ഇമൈൻ. ഇതിൻ്റെ പേര് ഇമൈനാണ്. ഗോട്ട് ഇറ്റ്? ഇമൈൻ. എടാ, ആ ഇമൈനിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഇമൈന് നമ്മൾ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ മതി. അപ്പോൾ എത്ര കാർബൺ ആറ്റമാണോ ഇവിടെ ഉള്ളത് അത്രയും കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് കിട്ടും. ഇവിടെ 2 കാർബൺ അല്ലേ ഉള്ളത്? 2 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് ഏതാടാ? അത് എത്തനാളാണ് അഥവാ അസറ്റാൽഡിഹൈഡ് ആണ്. എത്തനാൾ. ഗോട്ട് ഇറ്റ്? ഇതിനെയാണ് നമ്മൾ സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് വിളിക്കുക. സ്റ്റീഫൻസ് റിഡക്ഷൻ നെയ്മഡ് റിയാക്ഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നത്. എന്താടാ? ഒരു സയനൈഡിനെ അല്ലെങ്കിൽ ഒരു നൈട്രൈലിനെ നമ്മൾ റിഡക്ഷൻ നടത്തുന്നു. എന്തിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത്? സ്റ്റാനസ് ക്ലോറൈഡ് SnCl2 ആൻഡ് HClൻ്റെ പ്രസൻസിലാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ആളുടെ പേരെന്താ? ഇമൈൻ. ആ ഇമൈനിനെ നമ്മൾ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് കിട്ടുന്നുണ്ട്. ഇതിനെയാ മക്കളെ നമ്മൾ സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് പറയാം. ഇനി ചെറിയൊരു കാര്യമുണ്ട്. ഈ സ്റ്റീഫൻസ് റിഡക്ഷനിൽ നമ്മൾ സ്റ്റാനസ് ക്ലോറൈഡും HClഉം അല്ലേ ഉപയോഗിച്ചത് റിഡക്ഷൻ നടത്താൻ? ആ സ്റ്റാനസ് ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? അത് ഡിബാലച്ച മക്കളെ. ആരാ? ഡിബാലച്ച. ആരാ ഡിബാലച്ച? ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. നോട്ട് ചെയ്യണം, ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡിനെ ചുരുക്കി വിളിക്കുന്ന പേരാണ് ഡിബാലച്ച. ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. എങ്ങനെയാ മക്കളെ? ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. ഡിബാലച്ച്. ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ്. ഡിബാലച്ച്. മറക്കരുത്, ഞാൻ പറയാം, നോക്കിക്കോ നിങ്ങൾ.
മനസ്സിലാവാൻ വേണ്ടി നേരത്തെ എടുത്ത അതേ സയനൈഡ് എടുക്കുകയാണ്. നോക്ക് മക്കളെ, CH3CN ഇതാണല്ലോ നേരത്തെ എടുത്തത് ആണ്. എന്നിട്ട് നമ്മൾ അതിനെ റിഡക്ഷൻ ആണല്ലോടാ ചെയ്തത് ആണ്. നമ്മൾ സ്റ്റാനസ് ക്ലോറൈഡിൻ്റെയും HCl-ൻ്റെയും പ്രസൻസിലല്ലേ അത് ചെയ്തത്. എന്നാൽ അതിനു പകരം ഞാൻ ഡിബാലച്ച് ഉപയോഗിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ? ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് എന്താ സംഭവിക്കാന്നറിയോ? നേരത്തെ എന്താണോ സംഭവിച്ചത് അത് തന്നെ എന്ന് പറഞ്ഞാല് ഇമൈൻ ഉണ്ടാവും. എന്നിട്ട് രണ്ടാമത് നമ്മൾ ആസിഡിന്റെ പ്രസൻസിൽ അവിടെ ചെയ്യുന്ന പരിപാടി എന്താ? ഹൈഡ്രോളിസിസ് ആണ്. അപ്പൊ ഹൈഡ്രോളിസിസ് ചെയ്താൽ നമുക്ക് സെയിം നമ്പർ ഓഫ് കാർബൺ ആയിട്ടുള്ള ആൽഡിഹൈഡ് അല്ലേ കിട്ടുക? ഇവിടെയും അത് തന്നെയാ കിട്ടുക. 2 കാർബൺ ആയിട്ടുള്ള ആൽഡിഹൈഡ് CH3CHO അഥവാ എന്താ? എത്തനാൾ. അപ്പൊ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണോ ആദ്യത്തെ സ്റ്റീഫൻസ് റിഡക്ഷനിൽ സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം ചെയ്തത്, അതേ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അതേ ഇമ്പാക്റ്റ് ആണ് ഡിബാലച്ച് ഉപയോഗിക്കുമ്പോഴും ഉണ്ടാവുന്നത്, ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുമ്പോഴും ഉണ്ടാവുന്നത്. മക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, രണ്ടിൻ്റെയും പ്രോഡക്റ്റ് സെയിം ആണ്. നേരത്തെ നിങ്ങൾക്ക് എത്തനാൾ കിട്ടി, ഡിബാലച്ച് ഉപയോഗിച്ചപ്പോഴും എത്തനാൾ കിട്ടി. ഇനി മക്കളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ മീത്തൈൽ ഗ്രൂപ്പ് അല്ലേ സയനൈഡിന്റെ കൂടെ ഉള്ളത്? ആ മീത്തൈൽ ഗ്രൂപ്പിന് പകരം ഏത് വലിയ കാർബൺ ചെയിനും വരാം. ആ കാർബൺ ചെയിനിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. മക്കളെ, നിങ്ങൾ മനസ്സിലാക്ക്, ഡിബാലച്ച് ഡബിൾ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യില്ല. അത് വേണമെങ്കിൽ ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം മക്കളെ. എന്താണ് ഡിബാലച്ചിന്റെ ഒരു പോയിന്റ് ആണ്? എന്താ? ഡിബാൽ എച്ച് will not affect double bond. എന്താ? ഡബിൾ ബോണ്ട്. അതായത് നിങ്ങൾ ഈ കാർബൺ ചെയിനിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ട് അതേപോലെ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ആൽഡിഹൈഡിലും ഉണ്ടാവും. ഡബിൾ ബോണ്ടിനെ ഡിബാലച്ച് ഒന്നും തന്നെ ചെയ്യില്ല. ഇനി മക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഡിബാലച്ച്, അത് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഡിബാലച്ച് ക്യാൻ റെഡ്യൂസ്. ഡിബാലച്ചിന് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ആരെ? ഡിബാലച്ച് ക്യാൻ റെഡ്യൂസ് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും ടു ആൽഡിഹൈഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെയാണ്. ആൽഡിഹൈഡിനെ റെഡ്യൂസ് ചെയ്ത് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്ത് ആൽഡിഹൈഡാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി അത് സ്റ്റാനസ് ക്ലോറൈഡിനും HCl-നും ഇല്ല. എന്നാൽ അത് ആർക്കുണ്ട്? ഡിബാലച്ചിനുണ്ട്. അപ്പോൾ സ്റ്റാനസ് ക്ലോറൈഡും HCl-ഉം ഉപയോഗിച്ച് നൈട്രൈലിനെ അഥവാ സയനൈഡിനെ റിഡക്ഷൻ നടത്തിയപ്പോൾ എന്താണോ സംഭവിച്ചത് അതേ സംഭവമാണ് നമ്മൾ ഡിബാലച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. എന്നാൽ ഡിബാലച്ച് ഡബിൾ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യണം. അതിന് എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്ത് ആൽഡിഹൈഡാക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യവും മക്കള് ഓർത്തിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമാണ്. മറക്കോടാ? മറന്നു കളയരുത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പറഞ്ഞു. ഒന്ന് റോസൻമണ്ട് പറഞ്ഞു, മറന്നു കളയരുത്. പലേഡിയം സപ്പോർട്ടഡ് ബൈ ബേരിയം സൾഫേറ്റ്, ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്നത്. പിന്നെ നമ്മൾ നൈട്രൈലിൽ നിന്നുള്ള സ്റ്റീഫൻസ് റിഡക്ഷൻ പറഞ്ഞു. അതേപോലെ തന്നെ ഡിബാലച്ച് ഉപയോഗിക്കുന്ന കേസും പറഞ്ഞു അല്ലേ. ഇനി മക്കളെ നോക്കൂ, അരോമാറ്റിക് ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് അരോമാറ്റിക് ആൽഡിഹൈഡ് പറയുമ്പോഴേ നമുക്ക് 2 കേസ് പറയാനുണ്ട്. അതിൽ ആദ്യത്തത് ഫ്രം ടൊളുവിനാണ്. എടാ, ടൊളുവിനിൽ നിന്നുള്ള പ്രിപ്പറേഷൻ പറയുമ്പോഴേ അവിടെ 3 റിയാക്ഷൻസ് പഠിച്ചിരിക്കണം. അതിൽ ആദ്യത്തെ റിയാക്ഷൻ, അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഞാനൊരു നെയ്മഡ് റിയാക്ഷൻ പറയാം. ആ നെയ്മഡ് റിയാക്ഷൻ്റെ പേര് ഇറ്റാഡ് റിയാക്ഷൻ എന്നാണ്. എന്താണ് ആ നെയ്മഡ് റിയാക്ഷൻ്റെ പേര്? ഇറ്റാഡ് റിയാക്ഷൻ ഒരു നെയ്മഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ അത് നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ മക്കൾക്ക് അറിയുന്നതാണ്. നിർബന്ധമായും അത് പഠിച്ചിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കടാ, എന്താ ഇറ്റാഡ് റിയാക്ഷൻ? നമുക്കൊരു ടൊളുവിനെടുക്കാം. ഞാനൊരു ടൊളുവിനെടുത്തു. എടാ, ആ ടൊളുവിന് എന്താ നമ്മൾ ചെയ്യുന്നത്? ഓക്സിഡേഷനാണ് ചെയ്യുന്നത്. മക്കൾ, ഞാൻ ചുരുക്കി എഴുതാം, ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ എന്തിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്? ക്രോമൈൽ ക്ലോറൈഡ്,
CrO2Cl2, CrO2Cl2 എന്താണ്? CrO2Cl2 ഇൻ കാർബൺ ഡൈസൾഫൈഡ്. മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇയാളുടെ പേര് ക്രോമൈൽ ക്ലോറൈഡ് എന്നാണ്. എന്താണ് പേര്? ക്രോമൈൽ ക്ലോറൈഡ്. അപ്പൊ ഇറ്റാഡ് റിയാക്ഷൻ പറയുമ്പോൾ ക്രോമൈൽ ക്ലോറൈഡ് ഓർമ്മയിൽ ഉണ്ടാവണം. ഇറ്റാഡ് റിയാക്ഷനിൽ നമ്മൾ ഓക്സിഡേഷൻ നടത്തുന്നത് ക്രോമൈൽ ക്ലോറൈഡ് ഇൻ കാർബൺ ഡൈസൾഫൈഡ് ആണ്. ഫോളോഡ് ബൈ വേണമെങ്കിൽ എന്തു പറയാം? ഹൈഡ്രോളിസിസ്. അപ്പോൾ എന്താ കിട്ടുകയെന്നറിയോ? ഈ ബെൻസീൻ്റെ മുകളിലുള്ള CH3 ഓക്സിഡൈസ് ചെയ്തിട്ട് അത് CHO ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ നമുക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടും. എന്താണ് കിട്ടുക? ബെൻസാൾഡിഹൈഡ്. ഇത് ടൊളുവിനാണ്, ഇത് ബെൻസാൾഡിഹൈഡ് ആണ്. ഇത് ടൊളുവിന്, ഇത് ബെൻസാൾഡിഹൈഡ്. ഇറ്റാഡ് റിയാക്ഷൻ മറന്നു കളയരുതേടാ. ഇറ്റാഡ് റിയാക്ഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. ഇനി മക്കളെ രണ്ടാമത്തെ ഒരു സാധനമുണ്ട്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, പക്ഷെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ പറഞ്ഞ അതേ സംഭവം തന്നെ, ചെറിയൊരു മാറ്റം ഉള്ളത്. എന്താ? ഞാൻ ടൊളുവിൻ തന്നെ എടുക്കുന്നത്, ബെൻസീൻ്റെ മുകളിൽ CH3. അതിന് ഞാനും ഓക്സിഡേഷൻ തന്നെയാണ് നടത്തുന്നത്. പക്ഷെ അത് ഞാൻ ക്രോമൈൽ ക്ലോറൈഡിൻ്റെ പ്രസൻസിലല്ല, മറിച്ച് ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസറ്റിക് അൺഹൈഡ്രേറ്റ്. അസറ്റിക് അൺഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ CH3CO2O, അതാണ് അസറ്റിക് അൺഹൈഡ്രേറ്റ്. ഇത് ക്രോമിയം ട്രയോക്സൈഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതാരാ? അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ്. അതിൻ്റെ ഫോർമേഷൻ നമുക്ക് കാർബോക്സിലിക് ആസിഡിൽ പഠിക്കാനുമുണ്ട്. പിന്നെന്താ? മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളിസിസ് ആണ്. എന്താ സംഭവിക്കുക? മുകളിൽ സംഭവിച്ചു തന്നെ CH3 ഓക്സിഡൈസ് ചെയ്തിട്ട് CHO ആയിട്ട് മാറും. ദാറ്റ് മീൻസ് ബെൻസാൾഡിഹൈഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ റിയാക്റ്റന്റ് ടൊളുവിനാണ്, ഇവിടെ പ്രോഡക്റ്റ് ടൊളുവിനാണ്, ഒരേപോലെയാ. പിന്നെ എന്താ വ്യത്യാസം? ഇവിടെ ക്രോമൈൽ ക്ലോറൈഡ് ഇൻ കാർബൺ ഡൈസൾഫൈഡ് ആണ് ഓക്സിഡേഷൻ നടക്കുന്നതെങ്കിൽ ഇവിടെ ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസറ്റിക് അൺഹൈഡ്രൈഡ് ആണ് ഓക്സിഡേഷൻ നടക്കുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക. ഇമ്പോർട്ടൻ്റാ. ഇനി മക്കളെ മൂന്നാമത്തെ ഒരു പരിപാടിയുണ്ട്. അതെന്താ? അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. എന്താടാ അത്? സൈഡ് ചെയിൻ ക്ലോറിനേഷൻ. എന്താ? മുകളിലെടുത്ത അതേ ടൊളുവിൻ തന്നെ നിങ്ങൾ എടുക്കുക. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ആദ്യം നിങ്ങൾ അതിലേക്ക് ക്ലോറിൻ, ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യണം. 2 ക്ലോറിൻ ആഡ് ചെയ്തു, 2 Cl2 ആഡ് ചെയ്തു, ലൈറ്റിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഇവിടെ 2 ക്ലോറിൻ ഇല്ലടാ, 3 ഹൈഡ്രജൻ ഇല്ലേ, അതിൽ 2 ഹൈഡ്രജൻ ഇവിടെയുള്ള 2 ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് 2 HCl പോയി. അപ്പോൾ നിങ്ങൾ പറ, എന്താ ഇനി അവിടെ ബാക്കിയുള്ളത്? CH3യിൽ 2 ഹൈഡ്രജൻ പോയില്ലേ, ഇനി HLA ഉള്ളൂ, 2 HCl പോയി. ഇനി ഇവിടെ 2 ക്ലോറിൻ ബാക്കിയില്ലേ, അത് ഇങ്ങോട്ട് വരും. അപ്പോൾ CHCl2 വരും. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? ബെൻസാൽ ക്ലോറൈഡാണ്. എന്താടാ? ബെൻസാൽ ക്ലോറൈഡ്. ആ ബെൻസാൽ ക്ലോറൈഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം? 373 കെൽവിനിൽ ഹൈഡ്രോളിസിസ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് മാറിയിട്ട് അവിടെ നമ്മുടെ ആൽഡിഹൈഡ്, CHO ഗ്രൂപ്പ് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവിടെയും പ്രോഡക്റ്റ് എന്ത് തന്നെയാടാ? ബെൻസാൽഡിഹൈഡ് തന്നെയാ. അപ്പോൾ ഈ 3 റിയാക്ഷനിലും ഇനീഷ്യലി നമ്മൾ എടുക്കുന്നത് ടൊളുവിനാണ്, ഫൈനലി നമുക്ക് കിട്ടുന്നത് ബെൻസാൽഡിഹൈഡാ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കേണ്ട, അത് നമ്മുടെ ഇറ്റാഡ് റിയാക്ഷൻ തന്നെയാണ്. ഇറ്റാഡ് റിയാക്ഷനിൽ എന്തുപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുന്നത്? ക്രോമൈൽ ക്ലോറൈഡ് ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസറ്റിക് അൺഹൈഡ്രേറ്റ് ഉപയോഗിക്കാം. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ടൊളുവിനെ നമ്മൾ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ നടത്തിയിട്ട് ബെൻസാൽ ക്ലോറൈഡ് ആക്കി മാറ്റുക. അതിന് 373 കെൽവിനിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും എന്നുള്ളതാ. ഗോട്ട് ഇറ്റ്? ഇത് ക്ലിയർ അല്ലടാ? ഈ പറഞ്ഞത് മക്കളെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സിമ്പിൾ ആണ്. അടുത്തതാ വളരെ വളരെ ഇമ്പോർട്ടൻ്റാ, ഒരു നെയ്മഡ് റിയാക്ഷനാ. അതേതാ? ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ. സിമ്പിളാ. നോക്ക്, നമ്മൾ എടുക്കേണ്ടത് ഒരു ബെൻസീൻ റിംഗ് ആണ്. ഇത് പ്രിപ്പറേഷൻ ഫ്രം ടൊളുവിനല്ല, ഇതെന്താണ്? ബെൻസീനാണ്. നമ്മൾ ബെൻസീൻ എടുക്കുക. എടാ, ആ ബെൻസീനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? കാർബൺ മോണോക്സൈഡ് ഗ്യാസ്, അതേപോലെ തന്നെ HCl ഗ്യാസ്,
ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഗ്യാസിൻ്റെയും HCl ഗ്യാസുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് ബെൻസീനിനെ കാർബൺ മോണോക്സൈഡിൻ്റെയും HCl ഗ്യാസുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ് ആണ്. ഓക്കെ, അതായത് ബെൻസീനിനെ കാർബൺ മോണോക്സൈഡിൻ്റെയും HCl ഗ്യാസുമായിട്ട്, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെയും HCl ഗ്യാസിൻ്റെയും മിക്സറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താ സംഭവിക്കുക? നേരത്തെ സംഭവിച്ചത് തന്നെ. ബെൻസീനിൻ്റെ മുകളിലേക്ക് CHO വരും, അഥവാ ബെൻസാൾഡിഹൈഡ് ഉണ്ടാവും. എന്താണ് ഉണ്ടാവുക? ബെൻസാൾഡിഹൈഡ് ഉണ്ടാവും. എന്താ ഉണ്ടാവുക? ബെൻസാൾഡിഹൈഡ് അവിടെ ഉണ്ടാവും. എങ്ങനെ? ബെൻസാൾഡിഹൈഡ് ഉണ്ടാവും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെയും നമുക്ക് ബെൻസാൾഡിഹൈഡ് കിട്ടി, ഇവിടെയും ബെൻസാൾഡിഹൈഡ് കിട്ടി. ഈ 4 എണ്ണം വെരി വെരി ഇമ്പോർട്ടൻ്റാ. ഇതിൽ ഇറ്റാഡ് റിയാക്ഷൻ ആണ് എക്സാമിന് കൂടുതൽ ചോദിച്ചത്. അതേപോലെ ഗാറ്റർമാൻ കോച്ച് റിയാക്ഷനും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Got it? ഇത്രയുമാണ് ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ, ഇത്രയുമാണ് ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം റോസൻമൺസ് റിഡക്ഷൻ പഠിച്ചു. ഓക്കെ, ആസിഡ് ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തുക. പലേഡിയം കാറ്റലിസ്റ്റ് ആണ്, സപ്പോർട്ടഡ് ബൈ ബേരിയം സൾഫേറ്റ്. നമുക്ക് സെയിം നമ്പർ ഓഫ് കാർബണാറ്റുള്ള ആൽഡിഹൈഡ് കിട്ടി. എന്താ സ്റ്റീഫൻസ് റിഡക്ഷൻ? ഒരു നൈട്രൈൽ അഥവാ സയനൈഡ് എടുത്ത് സ്റ്റാനസ് ക്ലോറൈഡിൻ്റെയും HClൻ്റെയും പ്രസൻസിൽ റിഡക്ഷൻ നടത്തുക. അപ്പോൾ നമുക്ക് ഇമൈന് കിട്ടും. അതിന് ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോളിസ് നടത്തിയാൽ സെയിം നമ്പർ ഓഫ് കാർബണാറ്റുള്ള ആൽഡിഹൈഡ് കിട്ടും. ഇനിയോ ഇതിന് പകരം ഡിബാലച്ച് ഡൈ ഐസോ ബ്യൂട്ടൈൽ അലുമിനിയം ഹൈഡ്രേറ്റ് ഉപയോഗിച്ചാലും സെയിം പ്രോഡക്റ്റ് ആ കിട്ടുക. അത് ഡബിൾ ബോണ്ടിനെ എഫക്ട് ചെയ്യുന്നില്ല. എസ്റ്ററിനെ റെഡ്യൂസ് ചെയ്ത് ആൽഡിഹൈഡ് ആക്കി മാറ്റാനുള്ള കപ്പാസിറ്റി ഡിബാലച്ചിനുണ്ട്. പിന്നെന്താടാ? അരോമാറ്റിക് ആൽഡിഹൈഡ് ഉണ്ടാക്കാൻ നമുക്ക് ടൊളുവിനിൽ നിന്ന് എന്തൊക്കെയുണ്ട്? ഇറ്റാഡ് ഉണ്ട്. ഇറ്റാഡിൽ എന്താ? ക്രോമൈൽ ക്ലോറിഡിൻ കാർബൺ ഡൈസൾഫൈഡ് ആണ്. അതിന് പകരം ക്രോമിയൻ ട്രയോക്സൈഡിൻ അസറ്റിക് അൻഹൈഡ്രേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൈഡ് ചെയിൻ ക്ലോറിനേഷൻ നടത്താം. എന്താ ഗാറ്റർമാൻ കോച്ച്? ബെൻസീനിനെ കാർബൺ മോണോക്സൈഡിൻ്റെയും HCl ഗ്യാസിൻ്റെയും മിക്സറുമായി ട്രീറ്റ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്, കുപ്രസ് ക്ലോറൈഡ്. എന്താ പ്രൊഡക്റ്റ്? ബെൻസാൾഡിഹൈഡ്. ഗോട്ട് ഇറ്റ്? അപ്പം നമ്മൾ ആൽഡിഹൈഡും കീറ്റോണും കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള 4 മെത്തേഡ് പഠിച്ചു. അതേപോലെ ആൽഡിഹൈഡ് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പറേഷനും പഠിച്ചു. ഇനി ആരുടെ പ്രിപ്പറേഷൻ ഉണ്ട്? കീറ്റോണ് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. അതേതാടാ? അത് നമ്മുടെ ഫ്രം ആസിഡ് ക്ലോറൈഡാ. ഇത് വളരെ സിമ്പിളാണ്. നോക്ക്, ഞാൻ 2 ആസിഡ് ക്ലോറൈഡ് എടുക്കാം. ആസിഡ് ക്ലോറൈഡ് എന്താണെന്ന് അറിയില്ലേ മക്കളെ? COCl വരുമ്പോഴല്ലേ ആസിഡ് ക്ലോറൈഡ് ആവുക. അതിനെ നമ്മൾ ഡൈ ആൽക്കൈൽ കാഡ്മിയവുമായി ട്രീറ്റ് ചെയ്യുക. CH3 എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? അത് 2 എണ്ണം എടുക്കുക. അപ്പം ഡൈ ആൽക്കൈലായില്ലേ? അതിൻ്റെ കൂടെ കാഡ്മിയം. അപ്പം ഡൈ ആൽക്കൈൽ കാഡ്മിയം. അപ്പം എന്താ സംഭവിക്കാന്നറിയോ മക്കളെ? ഇവിടെ 2 എണ്ണം എടുത്തുകൊണ്ട് ഇവിടെ 2 ക്ലോറിൻ ഇല്ലേ? ആ 2 ക്ലോറിൻ ഈ കാഡ്മിയവുമായിട്ട് കമ്പൈൻ ചെയ്താൽ എന്താ നമുക്ക് കിട്ടുക? കാഡ്മിയം ഡൈക്ലോറൈഡ് കിട്ടും. കാഡ്മിയം ഡൈക്ലോറൈഡ്. അപ്പോൾ ഇവിടെ 2 CH3 ഇല്ലേ? അത് ഈ പൊസിഷനിലേക്ക് വരും. അപ്പം നമുക്ക് എന്താ കിട്ടുക? 2 CH3, C ഡബിൾ ബോണ്ട് O CH3. ഇതാരാടാ? പ്രൊപ്പൻ 2 ഓൺ ആണ്. പ്രൊപ്പൻ 2 ഓൺ ആണ്, അഥവാ അസറ്റോൺ ആണ്, അഥവാ കീറ്റോൺ ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കീറ്റോൺ ഉണ്ടാക്കിയത്? ഒരു ആസിഡ് ക്ലോറൈഡിനെ ഡൈ ആൽക്കൈൽ കാഡ്മിയവുമായി ട്രീറ്റ് ചെയ്തപ്പോൾ, നമുക്ക് എന്ത് കിട്ടി? വളരെ സിമ്പിളായിട്ട് ഒരു കീറ്റോൺ കിട്ടി. ഇതാണ് ഒന്നാമത്തെ പ്രിപ്പറേഷൻ. അടുത്തത് എന്താടാ? അടുത്തത് നൈട്രൈലിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ മതി. എടാ, നൈട്രൈൽ എന്ന് പറഞ്ഞാൽ ആരാ? CN വരുന്നതല്ലേ? C ട്രിപ്പിൾ ബോണ്ട് N, ഇതല്ലേ നൈട്രൈൽ. ഇതിന് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആരാ? ഗ്രിഗ്നാർഡ് റിയേജന്റ് CH3MgCl. അതിൻ്റെ ഒരു എക്സാമ്പിളാ. അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഹാലോ ആൽക്കൈനിൽ പഠിച്ചിട്ടുണ്ട്. അത് ഡ്രൈ കണ്ടീഷനിൽ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആൽക്കൈൽ
ആൽക്കെയിനായി മാറുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലുണ്ടാവണേ മക്കളെ, അതൊക്കെ മനസ്സിലുണ്ടാവണം. എന്താണ് സംഭവിക്കുക? സിമ്പിളാണ്, നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. എന്താ, ഇവിടെ നൈട്രജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ പൈ ബോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നെഗറ്റീവ് വരും, കാർബണിന് പോസിറ്റീവ് വരും. ഗ്രിഗ്നാർഡ് റിയേജന്റെ പ്രത്യേകത അറിയാം, മെറ്റലിന് പോസിറ്റീവ് ആണ്, ആൽക്കൈൽ ഗ്രൂപ്പ് നെഗറ്റീവാ. നെഗറ്റീവ് ചാർജ് ഉള്ള ആൽക്കൈൽ ഇങ്ങോട്ടേക്ക് പോവും, പോസിറ്റീവ് ചാർജ് ഉള്ള മെഗ്നീഷ്യം ഇങ്ങോട്ടേക്ക് വരും. സോ ദ പ്രോഡക്റ്റ് ഇസ്, മക്കളെ പറഞ്ഞ്, CH3 അവിടെ ഉണ്ട്. ഇനിയോ കാർബണിലേക്ക് ഈ CH3 വരും. സോ നമുക്കിവിടെ CH3 കൊടുക്കാം. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി. പിന്നെ ആരാടുള്ളത്? നൈട്രജൻ. ആ നൈട്രജനിലേക്ക് മെഗ്നീഷ്യം വരും, മെഗ്നീഷ്യത്തിൻ്റെ കൂടെ ക്ലോറിനും ഉണ്ട്. എടാ ഇതിന് നിങ്ങളൊന്ന് ഹൈഡ്രോളിസിസ് ചെയ്താൽ മതി. അപ്പം എന്താ സംഭവിക്കാന്നറിയോടാ? എന്താ സംഭവിക്കാന്നറിയോ? ബോണ്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്സിജൻ വരും. സോ ദ പ്രോഡക്റ്റ് CH3 C ഡബിൾ ബോണ്ട് O CH. ഇതാണ് മെയിൻ പ്രോഡക്റ്റ്. ഇതാരാ? ഇതൊരു കീറ്റോൺ ആണ്, അസറ്റോൺ ആണ്, അഥവാ പ്രൊപ്പൻറ്റോൺ ആണ്. CH3 COCH3. അപ്പൊ പോയിന്റ് വളരെ സിമ്പിളാടാ. എന്താ സിമ്പിളായ പോയിന്റ്? ഒരു നൈട്രൈലിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നതാണ്? കീറ്റോൺ കിട്ടുന്നതാണ്. ഒരു നൈട്രൈലിനെ, ഒരു സയനൈഡിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്താൽ മക്കളെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ട, അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? നമ്മുടെ കീറ്റോണാണ്. ഇനി ഒരു പ്രിപ്പറേഷനും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, അത് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നേയുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നേയുള്ള ഹൈഡ്രോ കാർബണിലൊക്കെ പഠിച്ചതാ. ഫോർ എക്സാമ്പിൾ നോക്ക്, നിങ്ങൾ ഒരു ബെൻസീൻ റിങ് ഞാൻ എടുത്തു. ആ ബെൻസീൻ റിങ്ങിലേക്ക് അസൈലേഷൻ നടത്താന്ന് പറഞ്ഞാൽ CH3 COCl ആഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അതായത് എന്താണ് CO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OCl. ഓക്കെ, നിങ്ങൾ ഫിഡൽ ക്രാഫ്റ്റ് അൽക്കൈലേഷൻ ആവട്ടെ, ഫിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ ആവട്ടെ, അത് ചെയ്യേണ്ടത് എന്തിൻ്റെ പ്രസൻസിലാന്ന് അറിയില്ലടാ, മറന്നിട്ടില്ലല്ലോ. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ്. അപ്പം എന്താ സംഭവിക്കുക? ഇവിടെയുള്ള ഹൈഡ്രജൻ ഇവിടെയുള്ള ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് HCl പോയി എന്ന് വിചാരിക്കുക. ഈ COCH3 ബെൻസീൻ്റെ മുകളിലേക്ക് വരും. ഓക്കെ, COCH3. അപ്പം നിങ്ങൾ നോക്ക്, ഈ കാർബോണൈൽ ഗ്രൂപ്പിൻ്റെ ഒരു സൈഡിൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു സൈഡിൽ ബെൻസീൻ റിങ്. അതാരാ? അതൊരു കീറ്റോൺ ആണ്. അതാരാടാ? അതൊരു കീറ്റോൺ ആണ്. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കീറ്റോൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നൈട്രൈലിനെ ഗ്രിഗ്നാർഡ് റിയേജന്റുമായി ട്രീറ്റ് ചെയ്ത് കീറ്റോൺ ഉണ്ടാക്കാം. അതുമല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡിനെ ഡൈ ആൽക്കൈൽ കാഡ്മിയവുമായി ട്രീറ്റ് ചെയ്തിട്ട് കീറ്റോൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഗോട്ട് ഇറ്റ്? ഇതാണ് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ. ഇവിടുന്ന് അങ്ങനെ പൊതുവെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറില്ല. ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കോമൺ പ്രിപ്പറേഷനിൽ നിന്നും ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനിൽ നിന്നുമാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി മക്കളെ നമ്മൾ പോകുന്നത് എന്തിലേക്കാ? ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ്. എന്തിലേക്കാടാ? ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ 2 പോയിൻ്റാണ് പറയാനുള്ളത്. ഒന്ന് ബോയിലിംഗ് പോയിൻ്റ് ആണ്, 2 മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, ഒന്ന് ബോയിലിംഗ് പോയിൻ്റ് ആണ്, 2 എന്താണ്? മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. ഓക്കെ, അവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു ചെറിയൊരു പോയിൻ്റാണ്. നോക്ക്, ഒരു ചെറിയൊരു പോയിൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഒന്ന് ബോയിലിംഗ് പോയിൻ്റാണ്. ബോയിലിംഗ് പോയിന്റ്. എടാ, ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് 2 പോയിന്റാണ് അറിയേണ്ടത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ is greater than hydrocarbon and ester അല്ലെങ്കിൽ ഈത്തർ വിത്ത് കമ്പയറബിൾ മോളിക്കുലാർ മാസ്. ഏകദേശം ഒരേ സൈസുള്ള ഹൈഡ്രോ കാർബണും ഈത്തറും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈത്തറൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അവരേക്കാൾ ബോയിലിംഗ് പോയിന്റ് ആർക്കാരാ ഉണ്ടാവുക? അവരേക്കാൾ ബോയിലിംഗ് പോയിന്റ് എസ്റ്റർ അല്ല, ഈത്തർ കേട്ടോ. അവരേക്കാൾ ബോയിലിംഗ് പോയിന്റ് ആർക്കാ ഉണ്ടാവുക? ആൽഡിഹൈഡിനും കീറ്റോണിനും ഉണ്ടാവുക. അതിൻ്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ ഡൈപോൾ ഇൻട്രാക്ഷൻ ആണ്. ഡൈപോൾ ഇൻട്രാക്ഷൻ, ഇതാണ് അതിൻ്റെ റീസൺ. മക്കളെ, ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ പോയിന്റ് കിട്ടാൻ മാത്രമുള്ള വലിയ പോയിന്റ് ഒന്നുമല്ല, ചെറിയൊരു പോയിന്റ്. എന്നാലും ഞാൻ പറയാം. നമ്മൾ ആൽഡിഹൈഡ് ആവട്ടെ കീറ്റോൺ ആവട്ടെ,
അതിൽ കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ആൽഡിഹൈഡ് ആവട്ടെ കീറ്റോൺ ആവട്ടെ അതിൽ കാർബോണൈൽ ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാൻ 2 ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ എടുത്തിട്ടുണ്ട്, അവിടെയുള്ള കാർബോണൈൽ ഗ്രൂപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് പറയണേടാ, ഇവിടെ ഓക്സിജൻ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് പൈ ബോണ്ട് അങ്ങോട്ട് പോകില്ലേ? അപ്പോൾ ഓക്സിജന് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും, കാർബണോ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ആണ്. ഇനി മക്കളെ ഒന്ന് നോക്കണേ നിങ്ങൾ, ഈ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഇടയിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. എന്താ ഉണ്ടാവുക? അട്രാക്ഷൻ ഉണ്ടാവും. ആ പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഇടയിൽ അട്രാക്ഷനെയാണ് നമ്മൾ ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഹൈഡ്രോ കാർബണിലും ഈത്തറിലൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഹൈഡ്രോ കാർബണിലും ഈത്തറിലും ഒന്നും ഇല്ലാത്ത ഒരു ഡൈപോൾ ഇൻട്രാക്ഷൻ ആൽഡിഹൈഡിലും കീറ്റോണിലും ഉള്ളതുകൊണ്ട് അവരെക്കാൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ള ആളുകളാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മക്കളെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് എന്താണ്? ആൽഡിഹൈഡ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ, അതിനാണ് ഞാൻ എഴുതുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ ഈസ് ലെസ് ദാൻ ആൽക്കഹോൾ. ആൽക്കഹോളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. നമ്മുടെ ഹൈഡ്രോ കാർബൺ ഈത്തറൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, പക്ഷെ ആൽക്കഹോളുമായി കമ്പയർ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവാണ്. കാരണം എന്താ? അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. എന്താടാ? ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ആൽക്കഹോളിൽ ഉണ്ട്, എന്നാൽ അതെവിടെയില്ല? ആൽഡിഹൈഡിലും കീറ്റോണിലും ഇല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ആൽക്കഹോളിലുള്ളത് കൊണ്ട് ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. പക്ഷെ അതെവിടെയില്ല? ആൽഡിഹൈഡിലും കീറ്റോണിലും ഇല്ല. അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് കുറയുന്നത്. അപ്പോൾ മക്കളെ, ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് ഈ 2 പോയിന്റാണ് അറിയേണ്ടത്. ആൽക്കഹോളിനേക്കാൾ കുറയാൻ കാരണം ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രോ കാർബണിനേക്കാളും ഈത്തറിനേക്കാളും കൂടാൻ കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി മക്കളെ രണ്ടാമത്തത് സോലുബിലിറ്റി ആണ്. എന്താടാ സോലുബിലിറ്റി? ഈ സോലുബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രേ അറിയേണ്ടതുള്ളൂ. ആൽഡിഹൈഡും കീറ്റോണും വാട്ടറിൽ എന്താണ്? സോലുബിളാണ്, മിസിബിളാണ്, അഥവാ ഡിസോൾവ് ചെയ്യും. കാരണം എന്താ? അവർക്കിടയിൽ ഹൈഡ്രജൻ ബോണ്ടൊന്നും ഇല്ലെങ്കിലും വെള്ളത്തിലിടുന്ന സമയത്ത് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് മേക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആൽഡിഹൈഡിനും കീറ്റോണിനും ഉണ്ട്. ആൽഡിഹൈഡും കീറ്റോണും വാട്ടറുമായിട്ട് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് വാട്ടറിൽ അവർ സോലുബിളാണ്. മക്കളെ, വാട്ടറിൽ അവർ സോലുബിളാണ്. ഓക്കെ. പക്ഷേ ഈ ആൽഡിഹൈഡിലും കീറ്റോണിലും ഒക്കെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ സോലുബിലിറ്റി കുറയുന്നുണ്ട്. അല്ലെങ്കിൽ സൈസ് ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ കൂടുന്നതിനനുസരിച്ച് വാട്ടറിലുള്ള സോലുബിലിറ്റി കുറയുന്നുണ്ട്. പക്ഷെ ബേസിക്കലി അവർ വാട്ടറിൽ എന്താണ്? സോലുബിൾ ആണ്. അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി മക്കളെ, അവിടെ ഫിസിക്കൽ സ്റ്റേറ്റ് ഒന്നും എക്സാമിന് അത്ര ആവശ്യമില്ലെങ്കിലും ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ മെത്തനാൾ ഇല്ലടാ, അഥവാ ഫോർമാൽഡിഹൈഡ്, അത് റൂം ടെമ്പറേച്ചറിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. മെത്തനാൾ എന്ന് പറഞ്ഞാൽ HCHO. റൂം ടെമ്പറേച്ചറിൽ ഏത് സ്റ്റേറ്റിലാണ്? അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതേപോലെ എത്തനാളും അസറ്റോണും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. എത്തനാൾ എന്ന് പറഞ്ഞാൽ അസറ്റാൽഡിഹൈഡ് CH3CHO, അസറ്റോൺ എന്ന് പറഞ്ഞാൽ CH3COCH3 കീറ്റോൺ ആണ്, CH3COCH3. ഇവർ രണ്ടുപേരും വോളറ്റൈൽ ലിക്വിഡ്സ്. ആക്ച്വലി ലിക്വിഡാണ്, പക്ഷേ വേപ്പറായിട്ട് പോകും. അതാണ് വോളറ്റൈൽ ലിക്വിഡ്സ്. ഇനി അതർ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആർ ലിക്വിഡ്സ് ഓർ സോളിഡ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ. ബാക്കിയുള്ള ആൽഡിഹൈഡുകളും കീറ്റോണുകളും ഒക്കെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലോ സോളിഡ് സ്റ്റേറ്റിലോ ആണ് കാണപ്പെടുക. അപ്പോൾ ഫോർമാൽഡിഹൈഡ് മാത്രമാണ് നോർമലി ഏത് സ്റ്റേറ്റിലുള്ളത്? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളത്.
നോർമൽ ടെമ്പറേച്ചറിൽ എത്തനാളും അസറ്റോണും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്, ബാക്കിയുള്ളവരൊക്കെ ലിക്വിഡോ സോളിഡോ ആണ്. ഒന്നറിഞ്ഞിരിക്കാത്രേ ഉള്ളൂ, എക്സാമിനെ ചോദിക്കുന്ന കാര്യമൊന്നുമല്ല. ഇനി മക്കളെ നോക്ക്, റിയാക്ടിവിറ്റി ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് മക്കളെ. ആൽഡിഹൈഡും കീറ്റോണിനെയും കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇതിൽ ആരാണ് മോർ റിയാക്റ്റീവ് എന്നൊരു ചോദ്യമുണ്ട്. നോട്ട് ചെയ്തോ നിങ്ങൾ. റിയാക്ടിവിറ്റി നമ്മൾ പറയുന്നത് 2 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് അവരുടെ പ്ലസ് ഐ എഫക്റ്റ് ആണ്, 2 അവരുടെ സ്റ്റെറിക് എഫക്റ്റ് ആണ്. സ്റ്റെറിക് എഫക്റ്റ് ഇത് രണ്ടും വെച്ചിട്ടാണ്, പ്ലസ് ഐ എഫക്റ്റും സ്റ്റെറിക് എഫക്റ്റും വെച്ചിട്ടാണ് ഈ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും റിയാക്ടിവിറ്റി നമ്മൾ പറയാം. ഓക്കെ മക്കളെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. ആൽഡിഹൈഡ് C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു H ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി കീറ്റോണ് C ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. ഗാട്ട് ഇറ്റ്. നോക്ക് നിങ്ങൾ, ഇവിടെ ഇയാൾ മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത്, ആൽഡിഹൈഡും കീറ്റോണും റിയാക്റ്റീവ് ആവാൻ കാരണം എന്താ? ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ബേസിക്കലി പറഞ്ഞാൽ ഈ കാർബോണൈൽ കാർബണിലേക്ക് ഒരാൾ വന്ന് അറ്റാക്ക് ചെയ്യണം, അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അതിൻ്റെ ബേസിക് റീസൺ എന്താ? ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ചാർജ് കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടും, ചാർജ് കുറയുമ്പോൾ റിയാക്ടിവിറ്റി കുറയും. ഇതാണ് ബേസിക് ഐഡിയ. ഇനി മക്കളൊന്ന് പറഞ്ഞേടാ, പറഞ്ഞേ, ഇതാരാ? ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് പ്ലസ് ഐ ഗ്രൂപ്പാണ്. ഈ പ്ലസ് ഐ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അപ്പം നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ഇവിടുന്ന് ഈ കാർബണിൻ്റെ അടുത്തേക്ക് ഡൊണേറ്റ് ചെയ്യുമ്പോഴേ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ അല്ലേ വരുന്നത്. അപ്പോൾ ഈ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് കുറയും. അപ്പോൾ പൊളാരിറ്റി കുറയും. ചാർജാണ് പൊളാരിറ്റി. അപ്പോൾ പൊളാരിറ്റി കുറയും, ചാർജ് കുറഞ്ഞാൽ റിയാക്ടിവിറ്റി കുറയും. ഇനി ഇവിടെ നോക്ക്, കീറ്റോണിൻ്റെ കേസിൽ 2 സൈഡിൽ പ്ലസ് ഐ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം 2 സൈഡിൽ നിന്നും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കാർബണിലേക്ക് വരും. അപ്പോൾ കാർബണിൻ്റെ പോസിറ്റീവ് ചാർജ് വളരെ കുറയും. അപ്പോൾ റിയാക്ടിവിറ്റിയോ അതും വളരെ കുറയും. അപ്പോൾ പ്ലസ് ഐ എഫക്റ്റ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, കീറ്റോണിൽ പൊളാരിറ്റി കുറവ്, അതായത് പ്ലസ് ഐ ഗ്രൂപ്പ് കൂടുതലാണ്, അതുകൊണ്ട് പൊളാരിറ്റി കുറവാണ്, അതുകൊണ്ട് റിയാക്ടിവിറ്റി എന്താണ്? കുറവാണ്. ഓക്കെ, ഇനി സ്റ്റെറിക് എഫക്റ്റ് വെച്ച് എങ്ങനെയാടാ പറയാ? ഇവിടെ നോക്ക്, ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഇവിടെ വലിയ 2 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഒരു അറ്റാക്കിംഗ് റിയേജന്റിന് കാർബണിനെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എവിടെ കൂടുതലാണ്? കീറ്റോണിൽ കൂടുതലാണ്. കാരണം എന്താ? ഇവിടെ ഇതിലെ വന്ന് അറ്റാക്ക് ചെയ്യാം, ഇതിലെ വന്ന് അറ്റാക്ക് ചെയ്യാം. കാരണം എന്താ? ഹൈഡ്രജൻ ഒരു ചെറിയ ആറ്റം ആണ്, ഏറ്റവും സ്മോളസ്റ്റ് ആറ്റം ആണ് ഹൈഡ്രജൻ. എന്നാൽ ഇവിടെ ആ ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് വലിയൊരു ഗ്രൂപ്പ് ഇല്ലേ? അപ്പം ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത അത്ര എളുപ്പത്തിൽ അവിടെ അറ്റാക്കിങ് നടക്കുമോ? ഇല്ല. അപ്പോൾ ആ ബുദ്ധിമുട്ടില്ലേ? അതാണ് സ്റ്റെറിക് എഫക്റ്റ്, സ്റ്റെറിക് ഇൻട്രൻസ്. അപ്പോൾ സ്റ്റെറിക് എഫക്റ്റ് കൂടിയാൽ റിയാക്ടിവിറ്റി കുറയും. അപ്പോൾ 2 റീസൺ വെച്ച് നോക്കിയാലും, സ്റ്റെറിക് എഫക്റ്റ് നോക്കിയാൽ കീറ്റോണിൽ സ്റ്റെറിക് എഫക്റ്റ് കൂടുതലാണ്, റിയാക്ടിവിറ്റി കുറവാണ്. പ്ലസ് ഐ എഫക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ഐ എഫക്റ്റ് കൂടിയത് കാരണം പൊളാരിറ്റി കുറവാണ്, അതുകൊണ്ട് റിയാക്ടിവിറ്റി കുറവാണ്. അപ്പോൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും, ഈ 2 പോയിന്റ് വെച്ച് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു സംശയവും കൂടാതെ എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഇതാണ്: ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ്. മക്കൾ എന്താണ്? ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. അത് പ്ലസ് ഐ എഫക്റ്റ് വെച്ച് നോക്കിയാലും ശരി, സ്റ്റെറിക് എഫക്റ്റ് വെച്ച് നോക്കിയാലും ശരി, ആൽഡിഹൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ എന്നുള്ള കാര്യം മക്കളെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ നമ്മൾ ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും കോമൺ പ്രിപ്പറേഷൻ പറഞ്ഞു, ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും സെപ്പറേറ്റ് പ്രിപ്പറേഷൻസ് പറഞ്ഞു, അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അവരുടെ റിയാക്ടിവിറ്റി പറഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ആദ്യത്തത് നോക്ക്, ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് 4 അഡിഷൻസ് ആണ്.
ഒന്ന് HCN-ൻ്റെ അഡീഷൻ, ദെൻ സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റിൻ്റെ അഡീഷൻ, ദെൻ ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൻ്റെ അഡീഷൻ, പിന്നെ ആൽക്കഹോളിൻ്റെ അഡീഷൻ. ഈ 4 എണ്ണമാണ് പ്രധാനപ്പെട്ട ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഇവിടെ നിന്ന് 1 മാർക്കിനൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, വളരെ സിമ്പിൾ പരിപാടിയാണ്. നോക്ക്, ഞാനൊരു ആൽഡിഹൈഡ് എടുക്കാമെന്ന് വിചാരിക്കും. ഏതാ എൻ്റെ ആൽഡിഹൈഡ്? അസറ്റാൽഡിഹൈഡാ എന്ന് പറഞ്ഞാൽ C+O-ൻ്റെ ഒരു സൈഡിൽ CH3 ഉണ്ട്, ഒരു സൈഡിൽ H ഉണ്ട്. ഇത് അസറ്റാൽഡിഹൈഡ് ആണ് കേട്ടോ. ഇതാരാ മക്കളെ? അസറ്റാൽഡിഹൈഡ്. ഇതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? HCN. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയോ മക്കളെ? കാരണം വളരെ സിമ്പിളാണ്. നോക്ക്, ഇവിടെ ഓക്സിജൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണെന്ന് എല്ലാവർക്കും അറിയാം. HCN എന്ന് പറയുമ്പോൾ H+ഉം CN- ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവർ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ചാർജുള്ള H നെഗറ്റീവ് ചാർജുള്ള ഓക്സിജൻ്റെ അടുത്തേക്ക് പോകും, നെഗറ്റീവ് ചാർജുള്ള CN- പോസിറ്റീവ് ചാർജുള്ള കാർബണിൻ്റെ അടുത്തേക്ക് പോകും. അതല്ലേടാ സംഭവിക്കുക? ആണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ എന്താ പ്രൊഡക്റ്റ് വരിക? കാർബണിൻ്റെ ഇവിടെ CH3 ഉണ്ട്, ഇവിടെ H ഉണ്ട്, അതിന് മാറ്റവും ഇല്ല. എന്നാൽ ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി, സിംഗിൾ ബോണ്ട് ഓക്സിജൻ ആയി അല്ലേ? ഓക്സിജൻ്റെ അടുത്തേക്ക് ആരാ വരിക? H വന്നു. ഇനി കാർബണിൻ്റെ അടുത്തേക്ക് ആരാ വരിക? CN വന്നു. എത്ര സിമ്പിളാ! പോസിറ്റീവ് നെഗറ്റീവിൻ്റെ അടുത്തേക്ക് ആഡ് ചെയ്യുക, നെഗറ്റീവ് പോസിറ്റീവിൻ്റെ അടുത്തേക്ക് ആഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പോയിന്റ് നിങ്ങൾ ഇവിടെ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ആഡ് ചെയ്യാൻ ആർക്കും പറ്റും, പക്ഷെ ഒരു പോയിന്റ് കാണാതെ പഠിക്കണം. എന്താണെന്നറിയോ? HCN ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര് സയനോഹൈഡ്രിൻ ആണ്. അത് കാണാതെ പഠിക്കേണ്ടതാണ്. ആ സയനോഹൈഡ്രിൻ റിയാക്റ്റന്റിന്റെ പേരിനോട് ചേർത്ത് വെക്കുക. അസറ്റാൽഡിഹൈഡിന്റെ കൂടെ സയനോഹൈഡ്രിൻ വന്നാൽ അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ. അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ എന്നാ വരിക. എന്താടാ വരിക? അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ. എന്താ മക്കളെ? അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രിൻ. ഈ സയനോഹൈഡ്രിൻ എന്നുള്ള പേര് നിങ്ങൾ മറക്കരുത്. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തത് നോക്കാം. അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് NaHSO3 ആണ്. NaHSO3 ആണ്. നമുക്ക് നോക്കാം. നേരത്തെ എടുത്ത അതേ ആൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്. ഇവിടെ CH3 ഉണ്ട്, ഇവിടെ H ഉണ്ട്. NaHSO3 അതാണ് സോഡിയം ബൈസൾഫൈറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്. ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയോ? ഇവിടെ ഒരു വെറൈറ്റി സാധനമാണ്. നോക്ക്, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, പറയേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. സോഡിയം ആൽക്കലി മെറ്റലാണ്, അത് +1 ആണ്. ഹൈഡ്രജനും നോർമലി +1 ആണ് വരിക. ഇത് SO3 2- ആണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ്റെ അടുത്തേക്ക് ആര് പോകുന്നുള്ളൊരു പ്രശ്നമാണ് സ്വാഭാവികമായിട്ടും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നത് അല്ലേ? ആ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കുക. എന്താണെന്നറിയോ? ഇത് സിംഗിൾ ബോണ്ട് ഓയല്ലേ? ഓക്സിജൻ്റെ അടുത്തേക്ക് എപ്പോഴും ഹൈഡ്രജനാണ് പോവുക. ഓക്സിജൻ്റെ അടുത്തേക്ക് എപ്പോഴും ഹൈഡ്രജനാണ്. അപ്പോൾ അവിടെ OH വന്നു. ഇനി ഇങ്ങോട്ട് കാർബണിൻ്റെ അടുത്തേക്ക് ആര് പോകുന്നുള്ളതല്ലേ പ്രശ്നം മക്കളെ? കാർബണിൻ്റെ അടുത്തേക്ക് ഹൈഡ്രജനും അല്ല സൾഫറും അല്ല പോകുന്നത്. പിന്നെ ആരാ പോകുന്നത്? ഓക്സിജൻ. ഒരു ഓക്സിജൻ പോവും. ഇനി എന്താ ബാക്കിയുള്ളത്? ഒരു സൾഫർ ഉണ്ട്. പിന്നെയോ 2 ഓക്സിജൻ ഉണ്ട്. 3 ഓക്സിജൻ ഉണ്ട്, അതിൽ ഒരു ഓക്സിജനാണ് ബോണ്ട് ഉണ്ടാക്കിയത്. പിന്നെ SO2 എഴുതി. പിന്നെ എന്താ ഉള്ളത്? Na. ഇങ്ങനെയാ വരിക. ഓക്കെ, അതായത് H ഓക്സിജൻ്റെ അടുത്തേക്ക് പോയി, ഒരു ഓക്സിജൻ കാർബണിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? പിന്നെ SO2 Na ഉണ്ട്, അതങ്ങ് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെയും നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര് ബൈസൾഫൈറ്റ് അഡിഷൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൈസൾഫൈറ്റ് അഡക്റ്റ് എന്നാണ്. ബൈസൾഫൈറ്റ് അഡിഷൻ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈസൾഫൈറ്റ് അഡക്റ്റ് എന്നാണ്. അപ്പോൾ റിയാക്റ്റൻ്റ് ആരാ? റിയാക്റ്റൻ്റ് അസറ്റാൽഡിഹൈഡ് ആണ്. അസറ്റാൽഡിഹൈഡിൻ്റെ പേരിൻ്റെ കൂടെ ബൈസൾഫൈറ്റ് അഡക്റ്റ് എന്ന് ചേർത്താൽ മതി. അപ്പോൾ അസറ്റാൽഡിഹൈഡ് അഡക്റ്റ് അല്ലെങ്കിൽ അഡിഷൻ പ്രോഡക്റ്റ് എന്നാ പറയാ. ഗോട്ട് ഇറ്റ്? അസറ്റാൽഡിഹൈഡ് ബൈസൾഫൈറ്റ് വേണ്ട, അസറ്റാൽഡിഹൈഡ് ബൈസൾഫൈറ്റ് അഡക്റ്റ്. ബൈസൾഫൈറ്റ് അഡക്റ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ സയനോഹൈഡ്രിൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ബൈസൾഫൈറ്റ് അഡക്റ്റ് എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ഗോട്ട് ഇറ്റ്? നന്നായി ശ്രദ്ധിക്കുക. ഇനി മക്കളെ നോക്കെന്താ? മൂന്നാമത്തത് ഗ്രിഗ്നാർഡ് റിയേജൻ്റാ.
ഇത് ഞാൻ പറയാന്ന് പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളെ ചെറുതായി കാണുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അഡീഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ് ടുവേർഡ്സ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ വളരെ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഞാൻ അതിൻ്റെ ആ മെയിൻ കോൺസെപ്റ്റ് മാത്രം എഴുതാം. നമ്മൾ ഫോർമാൽഡിഹൈഡിലേക്ക് എന്താടാ ഫോർമാൽഡിഹൈഡിലേക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്താൽ നമുക്ക് അവിടെ ഫൈനലി പ്രൈമറി ആൽക്കഹോളാ കിട്ടുക. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഫോർമാൽഡിഹൈഡിന് പകരം എനി അതർ ആൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡിന് പകരം വേറെ ഏത് ആൽഡിഹൈഡും നമുക്ക് എടുക്കാം. എനി അതർ ആൽഡിഹൈഡ്, അതിലേക്ക് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്താൽ നമുക്ക് അവിടെ സെക്കൻഡറി ആൽക്കഹോളാണ് കിട്ടുക. ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി, ഫോർമാൽഡിഹൈഡിന് പകരം വേറെ ഏത് ആൽഡിഹൈഡ് എടുത്താലും സെക്കൻഡറിയാ. ഇനി മക്കളെ ആൽഡിഹൈഡിന് പകരം നമ്മൾ കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിലോ, ആൽഡിഹൈഡിന് പകരം കീറ്റോൺ ആണ് എടുക്കുന്നതെങ്കിലോ അവിടെ നമുക്ക് ടെർഷ്യറി ആൽക്കഹോളാണ് കിട്ടുക. എന്താ മക്കളെ കിട്ടുക? അവിടെ നമുക്ക് ടെർഷ്യറി ആൽക്കഹോളാണ് കിട്ടുക. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അത് അതേപോലെ ഇവിടെ എഴുതിയതേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ ഹാലോ ആൽക്കെയിൻസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹാലോയിലും ആൽക്കഹോളിലും ഹാലോയിലുള്ളത് പലതും ആൽക്കഹോളിൽ ആവശ്യമുണ്ട്, ഹാലോയിലും ആൽക്കഹോളിലും ആവശ്യം നമ്മൾ പഠിക്കുന്നത് ആൽഡിഹൈഡ് കീറ്റോണിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം ഓർഗാനിക് അങ്ങനെയാ, ഇന്റർ കണക്റ്റഡ് ആണ്. ചില കാര്യങ്ങൾ എല്ലാത്തിലും ഒരേപോലെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാ. അത് പഠിച്ചു എന്ന് മക്കൾ ഉറപ്പുവരുത്തുക. ഓക്കേടാ? യെസ്. അടുത്തത് അഡിഷൻ ഓഫ് ആൽക്കഹോൾ. നന്നായി ശ്രദ്ധിച്ചോ. ഞാൻ എന്താണ് എടുക്കുന്നത്? നേരത്തെ എടുത്ത ആൽഡിഹൈഡ് തന്നെ എടുക്കാം. CH3CHO അഥവാ അസറ്റാൽഡിഹൈഡ്. എടാ, ഈ അസറ്റാൽഡിഹൈഡിലേക്ക് ഞാൻ എന്താ ആഡ് ചെയ്യുന്നതെന്ന് അറിയോ? ആൽക്കഹോൾ. ഏത് ആൽക്കഹോള്? എത്തനോളാണ് ആഡ് ചെയ്യുന്നത്. എന്തിൻ്റെ പ്രസൻസിലാ? HCl ഗ്യാസിൻ്റെ പ്രസൻസിലാ. HCl ഗ്യാസിൻ്റെ പ്രസൻസിൽ അസറ്റാൽഡിഹൈഡിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്തത്? എത്തനോള്. അപ്പോൾ എന്താ സംഭവിക്കാന്നറിയോടാ? സിമ്പിൾ സംഭവമാണ്. ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് പോവും, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇനി നിങ്ങൾക്ക് അറിയാലോ, എന്താ പറയുക, ആൽക്കഹോൾ ഒരു ആസിഡാണ്. അപ്പോൾ H+ഉം O- ആണ് ഉണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ട കാര്യം പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ CH3 ആണ് വരിക, ഇവിടെ H ആണ് വരിക, ഇവിടെ സിംഗിൾ ബോണ്ട് O ആണ്. ഈ സിംഗിൾ ബോണ്ട് Oയിലേക്ക് H+ വന്നാൽ അത് OH ആയിട്ട് മാറും. ഈ കാർബണിലേക്ക് OC2H5 OC2H5 വരിക. എന്താണ് വരിക? OC2H5 വരിക. ഗോട്ട് ഇറ്റ്? യെസ്. ഇതിനെ നമുക്ക് ഹെമി അസറ്റാൾ എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാൻ പറ്റുക? ഹെമി അസറ്റാൾ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേടാ. എന്താണ് ഹെമി അസറ്റാൾ? അതിനെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതിലേക്ക് നിങ്ങൾ വീണ്ടും എത്തനോൾ ആഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ OH Hയുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോകും, OC2H5 ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇവിടെ CH3 ആണ്, ഇവിടെ H ആണ്, ഇവിടെ OC2H5 വന്നു, ഇവിടെ ഓൾറെഡി OC2H5 ഉണ്ട്. അതിനെ അസറ്റാൾ എന്ന് വിളിക്കാം. ഇത് എക്സാമിന് ഒരു തവണ ചോദിച്ചതാട്ടോ മക്കളെ. എന്താണ്? നമ്മൾ ആൽഡിഹൈഡിലേക്ക് എന്താ ആഡ് ചെയ്തത്? ആൽക്കഹോൾ, എത്തനോള് HCl ഗ്യാസിന്റെ പ്രസൻസിൽ ആഡ് ചെയ്തപ്പോൾ ആദ്യം ഒരു ഹെമി അസറ്റാളാ ഉണ്ടായത്. വീണ്ടും ആൽക്കഹോൾ ആഡ് ചെയ്ത സമയത്ത് അത് അസറ്റാളായി മാറി. അതെന്തായിട്ട് മാറി മക്കളെ? അത് അസറ്റാളായി മാറി. മറക്കരുത് കേട്ടോ, അത് അസറ്റാളായി മാറി. മറന്നു കളയരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു കളയരുത്. ഗോട്ട് ഇറ്റ്? ആദ്യം ഹെമി അസറ്റാൾ ഉണ്ടായി, പിന്നെ അതെന്തായിട്ട് മാറി? അസറ്റാളായിട്ട് മാറി. ആദ്യം ഹെമി അസറ്റാൾ, പിന്നെ അത് അസറ്റാളായിട്ട് മാറി. ഇനി മക്കളെ നോക്ക്, അഡിഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷനിൽ ആദ്യം പഠിച്ചത് എന്താ? HCN. അപ്പോൾ സയനോഹൈഡ്രജൻ കിട്ടി. പിന്നെ സോഡിയം ഹൈഡ്രജൻ ബൈസൾഫൈറ്റ്, അപ്പോൾ ബൈസൾഫൈറ്റ് അഡക്റ്റ് കിട്ടി. പിന്നെ നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് ആഡ് ചെയ്തു. ഫോർമാൽഡിഹൈഡിലേക്ക് ആഡ് ചെയ്തപ്പോൾ പ്രൈമറി, വേറെ ഏത് ആൽഡിഹൈഡിലേക്കും ആഡ് ചെയ്ത സെക്കൻഡറി, കീറ്റോണിലേക്കാണെങ്കിൽ ടെർഷ്യറി. പിന്നെ ആൽക്കഹോൾ ആഡ് ചെയ്തപ്പോൾ ആദ്യം ഹെമി അസറ്റാൾ, പിന്നെ അസറ്റാൾ. ഓക്കെ, ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് അമോണിയയും അതിൻ്റെ ഡെറിവേറ്റീവ്സുമാണ്.
ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിൽ മക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, അത് നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ആദ്യം ഇതൊക്കെ അമോണിയം അതിൻ്റെ ഡെറിവേറ്റീവ്സും ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഹൈഡ്രോക്സിലമൈൻ. എന്താ ഹൈഡ്രോക്സിലമൈൻ? അമോണിയ എന്ന് പറഞ്ഞാൽ NH3 ആണ്. അതിൽ നിന്നൊരു എച്ച് മാറ്റി OH കൊണ്ടുവന്നാൽ ഹൈഡ്രോക്സിലമൈൻ ആണ്. ആദ്യം തന്നെ മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, ഹൈഡ്രോക്സിലമൈൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഓക്സൈം എന്നാണ്. എന്താണ് ആ പേര്? ഓക്സൈം. അതറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നോക്ക്, നിങ്ങൾക്ക് ആൽഡിഹൈഡ് എടുക്കാം, കീറ്റോൺ എടുക്കാം. നേരത്തെ ആൽഡിഹൈഡ് അല്ലേ എടുത്തത്, എന്നാൽ ഇപ്പോൾ ഒരു കീറ്റോൺ എടുക്കാം. നോക്ക്, സംഭവം വളരെ സിമ്പിളാണ്. ഇത് ഒരു കീറ്റോണാണ്. ഇയാളുടെ പേരെന്താ? പ്രൊപ്പനോൺ ആണ് അഥവാ അസറ്റോൺ ആണ്. ഇതിലേക്ക് ഹൈഡ്രോക്സിലമൈൻ. ഹൈഡ്രോക്സിലമൈനിൽ നൈട്രജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ അല്ലേ, അപ്പോൾ H2N, പിന്നെ ആരാളുള്ളത്? OH. സിമ്പിൾ പരിപാടിയാട്ടോ. ഈ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിലേക്ക് ഹൈഡ്രോക്സിലമൈൻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സിമ്പിളായിട്ടൊരു കാര്യം സംഭവിക്കും. ഈ ഓക്സിജനും 2 Hഉം കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവും. അപ്പോൾ എന്താണ് പ്രൊഡക്റ്റ്? സിമ്പിൾ അല്ലേ? നോക്ക്, കാർബൺ ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെയും CH3 ആണുള്ളത്. ഇനി എന്താ? ഈ ഡബിൾ ബോണ്ട് നേരെ പോകുന്നത് ഈ നൈട്രജനിലേക്കാണ്. നൈട്രജൻ്റെ കൂടെ OH ഉണ്ട്. ജസ്റ്റ് അങ്ങ് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി, വേറൊരു പ്രശ്നവും ഇല്ല. ജസ്റ്റ് കണക്ട് ചെയ്ത് എഴുതുക. പക്ഷെ പേരെന്താ? ഓർത്ത് വെക്കണം, അസറ്റോൺ ആണ് നമ്മൾ എടുത്തത്. അതിൻ്റെ കൂടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? ഓക്സൈം. അപ്പോൾ അസറ്റോൺ ഓക്സൈമാ കിട്ടുക. എന്താടാ കിട്ടുക? അസറ്റോൺ ഓക്സൈമാ കിട്ടുക. എന്താ കിട്ടുക? അസറ്റോൺ ഓക്സൈമാ കിട്ടുക. മറന്നു കളയരുത്. ആ പേരൊന്നും ഓർത്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ കോംപ്ലിക്കേഷൻ ഉണ്ടോ? ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈ ഓക്സിജനും വെച്ചിട്ടും പോയിട്ട് അവിടെ വാട്ടർ പുറത്തേക്ക് പോയി അതങ്ങ് ജോയിൻ ചെയ്ത് എഴുതുക. അടുത്തത് ഹൈഡ്രസീൻ. എന്താ ഹൈഡ്രസീൻ? NH3യിൽ നിന്നൊരു H ഒഴിവാക്കുക, പകരം NH2 ആഡ് ചെയ്യുക. അപ്പോൾ NH2 എന്ന് കിട്ടും. അതാണ് ഹൈഡ്രസീൻ. ഹൈഡ്രസീൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്താണെന്നറിയോ? അത് ഹൈഡ്രസോൺ. എന്താടാ? ഹൈഡ്രസോൺ. നോക്ക്, നിങ്ങൾ നേരത്തെ എടുത്ത അതേ കീറ്റോൺ എടുക്കാം, അസറ്റോൺ എടുക്കാം. 2 CH3കളാണ്. ഇതാരാടത്? ഇത് അസറ്റോൺ ആണ്. അതിലേക്ക് എന്താ ആഡ് ചെയ്യുന്നത്? ഹൈഡ്രസീൻ. നൈട്രജൻ്റെ കൂടെ എന്താ ഉള്ളത്? H2 ഉണ്ട്, പിന്നെ ആരാളുള്ളത്? ഒരു NH2 കൂടെ ഉണ്ട്. എന്താ സംഭവം? പറയേണ്ട കാര്യമില്ല, നേരത്തെ സംഭവിച്ചത് തന്നെ. ഈ ഓക്സിജനും H2 കമ്പൈൻ ചെയ്ത് വാട്ടർ അവിടെ പുറത്തേക്ക് പോകും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി, വേറെ ബുദ്ധിമുട്ടാവേണ്ട കാര്യമില്ല. ജസ്റ്റ് ജോയിൻ ചെയ്ത് എഴുതുക. ഇവിടെ എന്താ? ഡബിൾ ബോണ്ട് നേരെ പോകുന്നത് നൈട്രജനിലേക്ക്. നൈട്രജൻ്റെ കൂടെ NH2. റിയാക്ടൻ്റ് ആരാ? അസറ്റോൺ. അസറ്റോണിൽ നമ്മൾ ഹൈഡ്രസീൻ ആഡ് ചെയ്താൽ ഹൈഡ്രസോൺ. അപ്പോൾ അസറ്റോൺ ഹൈഡ്രസോൺ. അസറ്റോൺ ഹൈഡ്രസോൺ. എന്താണ് പ്രൊഡക്റ്റിന്റെ പേര്? അസറ്റോൺ ഹൈഡ്രസോൺ. അസറ്റോൺ ഹൈഡ്രസോൺ. ഇത്രയേ ഉള്ളൂ, ഒരു പ്രശ്നവുമില്ല. ജസ്റ്റ് വാട്ടർ ഒഴിവാക്കുക, കണക്ട് എഴുതുക, അത്രയേ ഉള്ളൂ. ഇനി മക്കളെ, ഫിനൈൽ ഹൈഡ്രസീൻ. എന്താ ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ NH2 ആണ്. NH2ൽ ഏതെങ്കിലും ഒരു H ഒഴിവാക്കിയിട്ട് അവിടെ ബെൻസീൻ റിംഗ് ആഡ് ചെയ്യുക. അപ്പം എന്തായി? ഫിനൈൽ ഹൈഡ്രസീൻ ആയി. നടക്കുന്നത് എന്താ? നേരത്തെ നടന്ന അതേ പരിപാടി. നോക്ക്, കാണിച്ചു തരാം. അല്ലടാ, ഹൈഡ്രസീൻ ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്താ? ഹൈഡ്രസോൺ. അപ്പോൾ ഫിനൈൽ ഹൈഡ്രസീൻ ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഫിനൈൽ ഹൈഡ്രസോൺ. അത്രയേ ഉള്ളൂ, ഫിനൈൽ ഹൈഡ്രസോൺ. ഇവിടെ എന്താണ് ഉള്ളത്? CH3 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? CH3 ഉണ്ട്. നേരത്തെ എന്താ ഉണ്ടായിരുന്നത്? NH2. അങ്ങനെ തന്നെ അടുത്തതും NH2 ആണ്. ആ NH2 ഒരു H ഒഴിവാക്കി, അപ്പോൾ NH ആയി. അങ്ങോട്ടേക്ക് ഒരു ബെൻസീൻ റിംഗ് കൊണ്ടുവരിക. ദിസ് ഈസ് ഫിനൈൽ ഹൈഡ്രസീൻ. എന്താ നടക്കുന്നത്? സിമ്പിള്, ഇതുവരെ പറഞ്ഞത് തന്നെടാ. ഈ ഓക്സിജനും H2 കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തേക്ക് പോവുക, കണക്ട് ചെയ്ത് എഴുതുക. പറയേണ്ട കാര്യം പോലും ഇല്ല. എന്താ? കാർബൺ ഉണ്ട്, ആ കാർബണിൻ്റെ കൂടെ CH3. ഇവിടെ എന്താ ഉള്ളത്? CH3. ഡബിൾ ബോണ്ട് നേരെ വരുന്നത് NHലേക്ക്. NHന്റെ കൂടെ ആരാ ഉള്ളത്? ബെൻസീൻ റിംഗ്. ഇയാളുടെ പേരെന്താ? അസറ്റോൺ ആണ് റിയാക്ടന്റ്. അതിൻ്റെ കൂടെ ഫിനൈൽ ഹൈഡ്രസീൻ ആണ് ആഡ് ചെയ്തത്. അപ്പോൾ ഫിനൈൽ ഹൈഡ്രസോൺ എന്നാണ് പ്രൊഡക്റ്റ്. ഫിനൈൽ ഹൈഡ്രസോൺ. എന്താണ് പേര്? ഫിനൈൽ ഹൈഡ്രസോൺ. അസറ്റോൺ ഫിനൈൽ ഹൈഡ്രസോൺ. അസറ്റോൺ ഫിനൈൽ ഹൈഡ്രസോൺ. നോട്ട് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. അടുത്തത് 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. ഒന്നുമില്ല, കേട്ടിട്ട് പേടിക്കണ്ട. ഇത് ഫിനൈൽ ഹൈഡ്രസീൻ അല്ലേ? ബെൻസീൻ്റെ ഇവിടെയല്ലേ സബ്സ്റ്റിറ്റ്യൂൻസ് വരുന്നത്? ഇവിടെ 1 കൊടുത്താൽ 2, 3, 4. അപ്പോൾ 2ലും 4ലും നൈട്രോ ഗ്രൂപ്പ് വന്നാൽ
2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് വിളിക്കാം. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്തായിരിക്കും? 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ എന്നായിരിക്കും. വേറൊരു പ്രശ്നവും ഇല്ലടാ. നോക്ക് സി ഡബിൾ ബോണ്ട് O, ഇവിടെ എന്താ ഉള്ളത്? CH3. ഇവിടെ എന്താ ഉള്ളത്? CH3. അതിലേക്ക് ആരാ വരുന്നത്? NH2. പിന്നെ ആരാ? NH2 H ഒഴിവാക്കിയിട്ട് ബെൻസീൻ റിംഗ്. ആ ബെൻസീൻ റിങ്ങിന്റെ രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും NO2. അപ്പൊ എന്തായി? 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. എന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ സംഭവിച്ചത് തന്നെ H2O പുറത്തേക്ക് പോവും. എന്താടാ പോവാ? H2O പോവും. എന്താ പ്രോഡക്റ്റ് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഇത് ഡബിൾ ബോണ്ട് പോകുന്നത് എങ്ങോട്ടാ? നൈട്രജനിലേക്ക്. നൈട്രജന്റെ കൂടെ ആരാ ഉള്ളത്? NH. NHന്റെ കൂടെ ആരാ ഉള്ളത്? ബെൻസീൻ റിംഗ്. ബെൻസീനിൽ ആരാ ഉള്ളത്? 2ലും 4ലും ആരാ ഉള്ളത്? NO2. റിയാക്ടന്റ് ആരാ? അസറ്റോൺ. അപ്പോൾ പ്രൊഡക്റ്റിന്റെ പേരെന്താ? അസറ്റോൺ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. Got it? അസറ്റോൺ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. എങ്ങനെ? അസറ്റോൺ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. Got it? ആ ഒരു പാറ്റേൺ മനസ്സിലായോടാ? എന്താ ചെയ്യേണ്ടത് മനസ്സിലാവും? ഒന്നുമില്ല. ഇതുവരെ പറഞ്ഞതിലൊക്കെ ഒരേ സാധനമല്ലേ നടന്നത്? ഇവിടുന്ന് വാട്ടർ പോവാ, ജോയിൻ ചെയ്യുക. പക്ഷെ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്സൈം, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസോൺ, 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ. ഇനി ഒന്നും കൂടെ ഉണ്ട്. എന്താ? സെമി കാർബസൈഡ്. അതെന്താ? ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ NH2 ഒരു H ഒഴിവാക്കിയിട്ട് അവിടെ CONH2 ആഡ് ചെയ്യുക. അപ്പൊ എന്തായി? അത് സെമി കാർബസൈഡ് ആയി. അപ്പൊ കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ പേരെന്തായിരിക്കും? സെമി കാർബസോൺ എന്നായിരിക്കും. സിമ്പിൾ പരിപാടി. ഇവിടെ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആ ഒരു മാർക്ക് എൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെടരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. ശ്രദ്ധിക്കണേടാ. NH2 NHCONH2. ഇതാണ് സെമി കാർബസൈഡ്. എന്താ നടക്കുക? ഇതുവരെ നടന്നത് തന്നെ. വേറെ ഇപ്പം എന്താ നടക്കാനാ? ഈ ഓക്സിജനും H2 കമ്പൈൻ ചെയ്ത് വാട്ടർ അവിടെ റിമൂവ് ചെയ്യപ്പെടും. എന്താടാ പ്രോഡക്റ്റ്? പറ. പ്രോഡക്റ്റ് എന്താ? ഇവിടെ CH3 ഡബിൾ ബോണ്ട് നേരെ വരുന്നത് നൈട്രജനിലേക്ക്. നൈട്രജന്റെ കൂടെ NHന്റെ കൂടെ CONH2. റിയാക്ടന്റ് ആരാ? അസറ്റോണിലേക്ക് ആരാ വന്നത്? സെമി കാർബസൈഡ്. അപ്പൊ എന്താ? സെമി കാർബസോൺ. അസറ്റോൺ സെമി കാർബസോൺ. മക്കളെ, അസറ്റോൺ സെമി കാർബസോൺ. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പം നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനിൽ ആദ്യം HCN-ഉം സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും ആൽക്കഹോളും ആഡ് ചെയ്തു. പിന്നെ നമ്മൾ അമോണിയയുടെ ഡെറിവേറ്റീവ്സിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആഡ് ചെയ്ത് അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പഠിച്ചു. അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് മക്കളെ നമ്മൾ പഠിച്ചു. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി നമ്മൾ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഏതാണ് അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി? അത് റിഡക്ഷൻ ആണ്. ഏതാടാ? റിഡക്ഷൻ. 2 രൂപത്തിൽ ഒരു ആൽഡിഹൈഡിന് അല്ലെങ്കിൽ കീറ്റോൺ റെഡ്യൂസ് ചെയ്യാം. ഒന്ന് ആൽക്കഹോളായിട്ട്, 2 ഹൈഡ്രോ കാർബൺ ആയിട്ട്. ആൽക്കഹോളായിട്ട് റെഡ്യൂസ് ചെയ്യുന്നത് ഇവിടെ പറയേണ്ട കാര്യം പോലുമില്ല. കാരണം നമുക്കറിയുന്നതല്ലേ. നോക്ക്, ഞാനൊരു ആൽഡിഹൈഡ് എടുക്കാം. CH3CHO. ഇതൊരു ആൽഡിഹൈഡാണ്. ഇതിനെ ഞാൻ റിഡക്ഷൻ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ആ ഹൈഡ്രജൻ എന്തിൻ്റെ പ്രസൻസിലാണ്? നിക്കൽ, പലേഡിയം, പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ സോഡിയം ബോറോ ഹൈഡ്രൈഡ് പോലെയുള്ള റെഡ്യൂസിങ് ഏജന്റിന്റെ പ്രസൻസിൽ ആഡ് ചെയ്യാം. റിഡക്ഷൻ നടത്താം. എന്താ സംഭവിക്കുന്ന ഒരു സില്ലി മാറ്റർ ആണ്. എന്താ? ഈ കാർബണിലേക്ക് ഒരു H വരും, ഓക്സിജനിലേക്ക് ഒരു H വരും. അതാ സംഭവിക്കുക. അപ്പം എന്താ? ഇതാരാ? എത്തനാൾ. CH3 അവിടെ ഉണ്ട്. ഈ കാർബണിലേക്ക് H വന്നാൽ അത് CH2 ആവും. ഓക്സിജനിലേക്ക് H വന്നാൽ അത് OH ആവും. സോ ദിസ് ഈസ് എത്തനോൾ. ആരാടാ? എത്തനോൾ ആണ്. ആരാണ്? എത്തനോൾ. അപ്പോൾ ഒന്നുമില്ല. എത്തനോൾ ആരാ? ഒരു പ്രൈമറി ആൽക്കഹോളാ. ഇത് പറയേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള കാര്യം എന്താ? ഒരു പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ഉള്ള ആൽഡിഹൈഡ് കിട്ടുമെന്ന് നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡിൽ പഠിച്ചതല്ലേ?
അപ്പം അത് തിരിച്ചു പറഞ്ഞാൽ റിഡക്ഷൻ ആണ് എന്ന് ആർക്കാണ് അറിയാത്തത്? പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് കിട്ടുമെങ്കിൽ റിഡക്ഷൻ നടത്തിയാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കൂലേ? സംഭവിക്കും. അപ്പം നമുക്ക് കീറ്റോണോ? അതേ പരിപാടി തന്നെയാണ്. നോക്ക്, CH3 C ഡബിൾ ബോണ്ട് OCH3. യെസ്, ഇതാരാ മക്കളെ? ഇത് അസറ്റോൺ ആണ്, അല്ലെങ്കിൽ പ്രൊപ്പനോൺ ആണ്, അല്ലെങ്കിൽ ഒരു കീറ്റോൺ ആണ് അല്ലേ? ഇയാളെ നമുക്ക് അസറ്റോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രൊപ്പനോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പ്രൊപ്പൻ 2 ഓൺ എന്ന് വിളിക്കാം. എന്താ ചെയ്യുന്നത്? മുകളിൽ ചെയ്ത അതേ പരിപാടി തന്നെ നമ്മൾ റിഡക്ഷൻ നടത്താണ്. റിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ ആഡ് ചെയ്യാണ്. എന്തിൻ്റെ പ്രസൻസിലാ? നിക്കലിൻ്റെ പ്രസൻസിൽ. അല്ലെങ്കിൽ പലേഡിയോ പ്ലാറ്റിനോ എടുക്കാം, അല്ലെങ്കിൽ ലിത്തിയം അലുമിനിയം ഹൈഡ്രേറ്റ് എടുക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാടാ കീറ്റോൺ ഉണ്ടായത്? ഒരു സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് കീറ്റോൺ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ കീറ്റോൺ റിഡ്യൂസ് ചെയ്താൽ ഒരു സെക്കൻഡറി ആൽക്കഹോൾ കിട്ടണ്ടേ? കിട്ടണം. അപ്പം എന്താണ് സംഭവിക്കുക? വെരി വെരി സിമ്പിളാണ്. മുകളിൽ ചെയ്ത പോലെ തന്നെ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊടുക്കുക, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മക്കളെ CH3ക്ക് എന്തോ വ്യത്യാസമുണ്ടോ? ഇല്ല. CH3 അങ്ങനെ തന്നെ. CH ഡബിൾ സിംഗിൾ ബോണ്ട് ആവും. ഇവിടെ H വരും, ഇവിടെ CH3 വരും. ഇതാരാ? ഇത് പ്രൊപ്പൻ 2 ഓൾ. ഇതാരാടാ? ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇതാരാണ്? ഒരു സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അപ്പോൾ ആൽഡിഹൈഡിൽ നിന്ന് പ്രൈമറി കിട്ടി, കീറ്റോണിൽ നിന്ന് സെക്കൻഡറി കിട്ടി. എന്ത് ചെയ്തപ്പോൾ? റിഡക്ഷൻ നടത്തിയപ്പോൾ. അവർ ഓക്സിഡൈസ് ചെയ്താൽ ഇത് കിട്ടും, ഇവർ റെഡ്യൂസ് ചെയ്താൽ അത് കിട്ടും. സിമ്പിൾ ഐഡിയ ആണ്. ഓക്കെ, ഇതാണ് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും ആൽക്കഹോളിലേക്കുള്ള റിഡക്ഷൻ. അതെല്ലാവർക്കും അറിയുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നാൽ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത്, ഇത് ചോദിക്കാറുണ്ട്, ഇതിന് പുറമെ ചോദിക്കാറുള്ളത് റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺ ആണ്. എടാ, ആൽഡിഹൈഡിനും കീറ്റോണിനും ഹൈഡ്രോ കാർബണായിട്ട് റെഡ്യൂസ് ചെയ്യാൻ 2 മെത്തേഡുകളുണ്ട്. രണ്ടും നെയ്മഡ് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് നിർബന്ധമായും പഠിക്കണം. ഒന്ന് ക്ലെമൻസൻസ് റിഡക്ഷൻ, 2 വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. 2 ഇമ്പോർട്ടൻ്റാ. ആദ്യത്തെ എന്താടാ? ആദ്യത്തെ ക്ലെമൻസൻസ് റിഡക്ഷൻ. മക്കളെ നോട്ട് ചെയ്യണേ, പഠിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആ ക്ലെമൻസൻസ് റിഡക്ഷൻ. എന്താ ക്ലെമൻസൻസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ആൽഡിഹൈഡ് എടുക്കാം, അല്ലെങ്കിൽ കീറ്റോൺ എടുക്കാം. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. മക്കളെ ശ്രദ്ധിച്ചോ കേട്ടോ. ഞാനിവിടെ ഒരു ആൽഡിഹൈഡ് എടുക്കാം, CH3 CHO. ഇതിന് മക്കളെ നമ്മൾ എന്താ ചെയ്യുന്നത്? വെരി സിമ്പിളാണ്. ഇതിലേക്ക് 2 ഹൈഡ്രജൻ ആഡ് ചെയ്യുക. എന്തിനാ 2 ഹൈഡ്രജൻ? ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ കാർബണോ ഹൈഡ്രജനെ പാടുള്ളൂ, ഓക്സിജൻ പാടുണ്ടോ? ഇല്ല. ഓക്സിജനെ വാട്ടറായിട്ടാണ് റിമൂവ് ചെയ്യുന്നത്. ഒരു ഓക്സിജനാ. അപ്പോൾ H2 ആയി പോകണമെങ്കിൽ 2 H വേണം. ആ 2 H. ഇനി ഈ കാർബണിൽ പിന്നെ ഒരു H അല്ലേ ഉണ്ടാവുള്ളൂ. ഒരു Hഉം ഒരു ബോണ്ടും. 2 ബോണ്ടിൻ്റെ കുറവില്ലേ? അത് ബാലൻസ് ചെയ്യാൻ വേറെ 2 ഹൈഡ്രജനും വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഹൈഡ്രോ കാർബൺ ഉണ്ടാക്കാം. പക്ഷേ ക്ലെമൻസൻസ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് എന്താ അറിയോ? നമ്മൾ ക്ലെമൻസൻസ് റിഡക്ഷൻ ചെയ്യുന്നത് സിങ്ക് അമാൽഗത്തിൻ്റെയും കോൺസെൻട്രേറ്റഡ് HCl-ൻ്റെയും പ്രസൻസിലാണ്. സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. സിങ്ക് അമാൽഗം, സിങ്കിൻ്റെ കൂടെ മെർക്കുറി വരുമ്പോഴാണ് സിങ്ക് അമാൽഗം എന്ന് പറയുക. പിന്നെ ആരാ? കോൺസെൻട്രേറ്റഡ് HCl. അപ്പോൾ നോക്ക്, ഈ ഓക്സിജൻ 2 ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ പോയി. CH3 അവിടെ കിടക്കുന്നുണ്ട്. CH ഉണ്ട്, CHലേക്ക് H2 വന്നാൽ അത് CH3 ആയി മാറും. സോ ഇഥെയ്ൻ. അത് ഹൈഡ്രോ കാർബൺ അല്ലടാ, ആണ്. ദിസ് ഈസ് ക്ലെമൻസൻസ് റിഡക്ഷൻ. ഒരു ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ സിങ്ക് അമാൽഗത്തിൻ്റെയും കോൺസെൻട്രേറ്റഡ് HCl-ൻ്റെയും പ്രസൻസിൽ റിഡക്ഷൻ നടത്തിയിട്ട് ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുന്ന പ്രോസസ്സിന്റെ പേരാണ് ക്ലെമൻസൻസ് റിഡക്ഷൻ. എന്ത് റിഡക്ഷൻ ആടാ? ക്ലെമൻസൻസ് റിഡക്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് റിഡക്ഷൻ ആണ്? ക്ലെമൻസൻസ് റിഡക്ഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ക്ലെമൻസൻസ് റിഡക്ഷൻ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അടുത്തത് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നിങ്ങൾക്ക് ആൽഡിഹൈഡ് വേണമെങ്കിൽ അതെടുക്കാം, കീറ്റോൺ വേണമെങ്കിൽ അതെടുക്കാം. നോക്ക്, ഞാൻ എടുക്കുന്നത് നോക്കടാ. CH3. നേരത്തെ ആൽഡിഹൈഡ് അല്ലേ, അപ്പോൾ ഒരു കീറ്റോൺ എടുക്കാം. CH3 COCH3. ഇതാണ് നമ്മുടെ കീറ്റോൺ. ആ കീറ്റോണിലേക്ക് ഞാൻ ഹൈഡ്രജനാണ് ആഡ് ചെയ്യുന്നത്. എടാ, ഞാൻ എന്താ ആഡ് ചെയ്യുന്നത്? ഹൈഡ്രജൻ. ഇവിടെയുള്ള ഓക്സിജൻ ഇല്ലേ, ആ ഓക്സിജന് ആദ്യം നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യേണ്ട.
ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ, ഈ വോൾഫ് ഒരു വെറൈറ്റിയാണ്. വോൾഫ് ആദ്യം തന്നെ നമ്മൾ ഹൈഡ്രസീൻ ആഡ് ചെയ്യും. ഹൈഡ്രസീൻ എന്താന്ന് ഓർമ്മയുണ്ടോ? ഇനി അപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ഇങ്ങനെ എഴുതിയാൽ റിയാക്ഷൻ എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ പോലെ എഴുതാം. C+O, ഇവിടെ CH3, ഇവിടെ CH3. ഇത് തന്നെ കേട്ടോ, CH3CO CH3. അതിലേക്ക് ഹൈഡ്രസീൻ ആഡ് ചെയ്യുക. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ NH2. മക്കളെ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേടാ? ഹൈഡ്രസീൻ അമോണിയയുടെ ഡെറിവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ എന്താ നേരത്തെ സംഭവിച്ചത്? ഈ ഓക്സിജനും 2 ഹൈഡ്രജനും കമ്പൈൻ ചെയ്ത് വാട്ടർ റിമൂവ് ചെയ്തു പോവും. എന്ത് റിമൂവ് ചെയ്തു പോവും? വാട്ടർ റിമൂവ് ചെയ്തു പോവും അല്ലേ? ഈ കാർബണിലേക്ക് ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്. ഓക്കെ, ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് വരും. ഈ ഡബിൾ ബോണ്ട് നേരെ നൈട്രജനിലേക്ക്, നൈട്രജന്റെ കൂടെ NH2 ഉണ്ട്. ഓക്കെ, അഥവാ ഹൈഡ്രസീൻ ആഡ് ചെയ്താൽ ഹൈഡ്രസോൺ. ഇത് അസറ്റോൺ അല്ലേ? ഇതാരാണ്? കീറ്റോൺ ആണ്. ഈ കീറ്റോണിന്റെ കോമൺ നെയിം അസറ്റോൺ ആണ്. അപ്പൊ ഇയാളെ പേരെന്താ? അസറ്റോൺ ഹൈഡ്രസോൺ. അസറ്റോൺ ഹൈഡ്രസോൺ. ഹൈഡ്രസീൻ ആഡ് ചെയ്താൽ ഹൈഡ്രസോൺ. മക്കളെ ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? നോട്ട് ചെയ്യണേ. ആൽക്കഹോളിക് KOHുമായിട്ട് ഹീറ്റ് ചെയ്യുക. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിൽ? ഹൈ ബോയിലിംഗ് ലിക്വിഡ് അല്ലെങ്കിൽ ഹൈ ബോയിലിംഗ് സോൾവെൻ്റ് ആയിട്ടുള്ള എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിലാണ് നിങ്ങൾ ഈ ഹൈഡ്രസോണിനെ ആൽക്കഹോളിക് KOHൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ N2 ഇല്ലേ, അത് അവിടുന്ന് പോവും. H2 ഈ കാർബണിലേക്ക് വരും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നറിയോ? CH3 CH2 CH3 CH3 CH2 CH3. എന്താ പേര് പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ ആരാ? ഒരു ഹൈഡ്രോ കാർബണ. കാർബണും ഹൈഡ്രജനും അല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല. ഇതാണ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ആൽഡിഹൈഡിനെ അല്ലെങ്കിൽ കീറ്റോണിനെ ആദ്യം ഹൈഡ്രസീനുമായി ട്രീറ്റ് ചെയ്ത് ഹൈഡ്രസോൺ ഉണ്ടാക്കണം. അതിന് ആൽക്കഹോളിക് KOHുമായിട്ട് ഹൈ ബോയിലിംഗ് ലിക്വിഡ് ആയിട്ടുള്ള എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത്, മക്കളെ നിങ്ങൾ മറന്നു പോവരുത്, അത് നമ്മുടെ ഹൈഡ്രോ കാർബൺ ആണ്. This is Wolff-Kishner reduction. അപ്പോൾ റിഡക്ഷൻ ടു ഹൈഡ്രോകാർബണിൽ ക്ലെമൻസൺസ് വെരി ഇമ്പോർട്ടൻ്റ് ആ മക്കളെ, പഠിക്കാതെ പോവരുത്. വോൾഫ്-കിഷ്ണർ റിഡക്ഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിൽ എഴുതിയെടുത്ത് റിപ്പീറ്റ് ചെയ്തത് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, യെസ്. അടുത്തത് ഓക്സിഡേഷൻ. നേരത്തെ പറഞ്ഞത് ആൽഡിഹൈഡിൻ്റെയും കീറ്റോണിൻ്റെയും റിഡക്ഷനാണ്. എന്നാൽ ഇനി ഓക്സിഡേഷൻ വെരി സിമ്പിളാണ്. ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് കിട്ടും. അതിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടും. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാ, അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഒന്നുമില്ല മക്കളെ, നോക്ക്, ഞാനൊരു ആൽഡിഹൈഡ് എടുക്കാം, CH3CHO. ഈ CH3CHOനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് അഥവാ 2 കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് CH3COOH ആണ് കിട്ടുക. ബേസിക്കലി പറഞ്ഞാൽ ഇത് ആൽഡിഹൈഡ് ആണ്. ഇതാരാണ്? കാർബോക്സിലിക് ആസിഡ് ആണ്. ഗോട്ട് ഇറ്റ്? ആൽഡിഹൈഡ്, അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക. എന്നാൽ ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എടാ, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റുകളുണ്ട്. ആരാന്നറിയോ? നമ്മുടെ ക്രോമിയം ട്രയോക്സൈഡ് ഒരു വീക്ക് ഓക്സിഡൈസിങ് ഏജന്റാണ്. ടോളറൻസ് റിയേജന്റും ഫില്ലിംഗ് സൊല്യൂഷനും എന്താണ്? വീക്ക് ഓക്സിഡൈസിങ് ഏജന്റാണ്. വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ആൽഡിഹൈഡിനെ നമുക്ക് ഓക്സിഡൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്ട്രോങ് ഉപയോഗിച്ചോ? എന്തായാലും കഴിയും. ആരാ? നൈട്രിക് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതൊക്കെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകളാണ്. ലാസ്റ്റ് പറഞ്ഞത് ടോളറൻസ് റിയേജന്റും ഫില്ലിംഗ് സൊല്യൂഷനും ക്രോമിയം ട്രയോക്സൈഡ് ഒക്കെ വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. സ്ട്രോങ് ഉപയോഗിച്ചും ഓക്സിഡൈസ് ചെയ്യാൻ കഴിയും. വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചും ആൽഡിഹൈഡിനെ ഓക്സിഡൈസ് ചെയ്ത് ആസിഡാക്കി മാറ്റാൻ കഴിയും.
ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് കീറ്റോണിലേക്ക് പോവാം. കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്ത് എന്താ കിട്ടുക അതൊന്നും അറിഞ്ഞിരിക്കേണ്ടത്. നോക്കണേടാ, കീറ്റോൺ CH3COCH3 ഇത് കീറ്റോൺ ആണ്, അസറ്റോൺ ആണ്, പ്രൊപ്പനോൺ ആണ്, പ്രൊപ്പൻ 2 ആണെന്നൊക്കെ പറയാം. അതിനെ ഓക്സിഡൈസ് ചെയ്താൽ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് അല്ല കിട്ടുക. പിന്നെയോ എടാ, ഒന്നെങ്കിൽ ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവും, അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ആവും. ഇവിടെയാണ് ബ്രേക്ക് ആയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കാർബണാറ്റമുള്ള ഒരു കാർബണല്ലേ ഇവിടെ ഉള്ളത്, ഇവിടെ 2 എണ്ണല്ലേ ഉള്ളത്. ഒരു കാർബണാറ്റമുള്ള ആസിഡും കിട്ടും, 2 കാർബണാറ്റമുള്ള ആസിഡും കിട്ടും. ഒരു കാർബണാറ്റമുള്ള ആസിഡ് HCOOH ഫോർമിക് ആസിഡ് ആണ്, 2 കാർബണാറ്റം ഉള്ളത് അസറ്റിക് ആസിഡ് ആണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ആസിഡ്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഒരൊറ്റ ആസിഡ് അല്ല കിട്ടുക, മിക്സർ ഓഫ് കാർബോക്സിലിക് ആസിഡാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ 3 എണ്ണല്ലേ ഉള്ളത്, 3നേക്കാൾ കുറവ് കാർബണാറ്റമുള്ള 2 ആസിഡുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽഡിഹൈഡിന് ഓക്സിഡൈസ് ചെയ്യാൻ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റിനും കഴിയും, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റിനും കഴിയും. എന്നാൽ കീറ്റോണിന് ഓക്സിഡൈസ് ചെയ്യാൻ വീക്ക് ഓക്സിഡൈസിങ് ഏജന്റിന് കഴിയില്ല, ക്രോമിയം ട്രയോക്സൈഡിന് കഴിയില്ല, ടൊളൻസറി ഏജന്റിന് കഴിയില്ല, ഫില്ലിംഗ് സൊല്യൂഷന് കഴിയില്ല. ഇതിന് ആർക്ക് മാത്രമേ കഴിയുള്ളൂ? സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റുകളായിട്ടുള്ള നൈട്രിക് ആസിഡ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെയൊക്കെ അതൊക്കെ ഉപയോഗിച്ച് മാത്രമേ ആ കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ മിക്സർ ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ടോളൻസറി ഏജന്റും ഫില്ലിംഗ് സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാ? ടോളൻസും ഫില്ലിംഗ് സൊല്യൂഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ആൽഡിഹൈഡ് തന്നെയായിരിക്കും, കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? അത് എങ്ങനെയാണ് ആൽഡിഹൈഡും കീറ്റോണും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മൾ മറ്റൊരു ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്, അടുത്ത പാർട്ടിൽ അവിടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം 4 അഡീഷൻ പറഞ്ഞു, ന്യൂക്ലിയോഫിലിക് അഡീഷൻ പറഞ്ഞു, പിന്നെ അമോണിയയുടെ ഡെറിവേറ്റീവ്സ് അഡീഷൻ പറഞ്ഞു, അതിൻ്റെ കൂടെ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റിഡക്ഷൻ ടു ആൽക്കഹോൾ പറഞ്ഞു, റിഡക്ഷൻ ടു ഹൈഡ്രോ കാർബൺസിൽ ക്ലെമൻസൺസ് റിഡക്ഷനും വോൾക്വസ്റ്റൺ റിഡക്ഷനും പറഞ്ഞു, പിന്നെ ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡും ഓക്സിഡേഷൻ ഓഫ് കീറ്റോണും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ടിൽ ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡിന്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മക്കളെ, ഇതുവരെ കഴിഞ്ഞ 2 ഓർഗാനിക് ചാപ്റ്റേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ, ഇതിനു ശേഷമുള്ള അമൈൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലാണ്. വേണമെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് തീർക്കാം. ഞാൻ തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം എന്ന നിർബന്ധം എനിക്കുണ്ട്, നിങ്ങൾക്കും ആ നിർബന്ധം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ റിയാക്ഷനും മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, എൻ്റെ കൂടെ നിങ്ങൾ എഴുതിയെടുക്കുക, എഴുതിയെടുത്തത് ഒന്നുകൂടെ വായിച്ചും എഴുതിയും നോക്കുക, അത് തന്നെ ഡെയിലി റിവൈസ് ചെയ്യുക. ഇങ്ങനെ പോയാൽ ഓർഗാനിക് നിങ്ങൾക്കൊരു പ്രശ്നമാവില്ല. ഇനിയും സമയമുണ്ട്, പക്ഷെ ഇനി വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. മക്കളെ, നന്നായിട്ട് പഠിക്കുക, വീഡിയോ കാണുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക, കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ടോയെന്നും നിങ്ങൾ കമൻ്റായിട്ട് എഴുതുക. ഓക്കെ, ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.